أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون സൂറത്തുൽ ബഖറയിലെ 50-ാമത്തെ ആയത്താണ്. നമ്മൾ നേരത്തെ ബഗവി തഫ്സീർ റാസിയൊക്കെ പരിശോധിച്ചു. ഇനി ഇബ്നു കസീർ നോക്കാം എന്താ പറഞ്ഞത്. നാം എന്തു ചെയ്തു? നിങ്ങളെ കൊണ്ട് നാം കടലിനെ പിളർത്തി, എന്നിട്ട് നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. ഫിർഔനിനെയും അവൻ്റെ കൂട്ടരെയും നാം മുക്കി നശിപ്പിച്ചു, നിങ്ങൾ തന്നെ കാണുന്നവരായ സ്ഥിതിയിൽ, നിങ്ങൾ അതിലേക്ക് നോക്കുന്നവരായ സ്ഥിതിയിൽ എന്ന് പറഞ്ഞത്. മാന അതിൻ്റെ മാന അൻഖദ്നാക്കും മിൻ ആലി ഫിർഔന, ഫിർഔനിൻ്റെ കൂട്ടരിൽ നിന്ന് നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ ശേഷം, വഖറജ്തു മഅ മൂസ, മൂസാ നബിയുടെ കൂടെ നിങ്ങൾ പുറപ്പെട്ട ശേഷം, ഖറജ ഫിർഔനു ഫീ ത്വലബിക്കും, നിങ്ങളെ തേടിക്കൊണ്ട് ഫിർഔൻ പുറപ്പെട്ടു. ഫഫറഖ്നാ ബിക്കുമുൽ ബഹ്റ, അപ്പോൾ നാം നിങ്ങളെ കൊണ്ട് കടലിനെ നാം പിളർത്തി. കമാ അഖ്ബറ തആല അൻ ദാലിക മുഫസ്സലൻ, അല്ലാഹു തആല വിശദമായിട്ട് അത് പറയുന്നുണ്ട്. കമാ സയതി ഫീ മവാളി, അതിൻ്റെ സ്ഥലങ്ങളിൽ ശേഷം വരും. വമിൻ അബ്സത്തിഹാ ഫി സൂറത്തി ഷൂറ ഇൻഷാ അല്ലാഹ്, അതിൻ്റെ പരത്തി പറഞ്ഞതാണ്, വിശാലമായി പറഞ്ഞതിൽപ്പെട്ടതാണ് സൂറത്ത് ഷൂറയിലാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി സൂറത്ത് ഷൂറയിൽ വിശദമായിട്ട് ചർച്ച വരും. ഫഅൻജൈനാക്കും, അപ്പം നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. ഐ ഖല്ലസ്നാക്കും മിൻഹും, നിങ്ങളെ നാം അവരിൽ നിന്ന് രക്ഷപ്പെടുത്തി. വഹജസ്ന ബൈനക്കും വ ബൈനഹും, അവർക്കും നിങ്ങൾക്കും ഇടയിൽ നാം മറയിട്ടു. വഅഗ്റഖ്നാഹും, നാം അവരെ മുക്കിക്കൊന്നു. അൻതും തൻളുറൂന, നിങ്ങൾ തന്നെ നോക്കുന്നവരായ സ്ഥിതി. ലിയകൂന ദാലിക അശ്ഫാലി സുദൂരിക്കും, കാരണം അത് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഏറ്റവും എന്താണ് ശിഫ നൽകുന്നതാണ്. വബലഗ ഫീഹാനത്തി അദുവിക്കും, നിങ്ങളുടെ ശത്രുവിൻ്റെ നിസ്സാരതയിൽ ഏറ്റവും മികച്ചതും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തത നൽകുന്നതുമാണ് അത്, അതിനു വേണ്ടിയിട്ട്. വഖാല അബ്ദുർ റസാഖ് പറഞ്ഞു, അംബാന മഅമറുൻ അൻ അബി ഇസ്ഹാഖ് അൽ ഹമദാനി അൻ അംർ ബിൻ മൈമൂൻ അൽ ഔദിയി ഫി ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ കൗലിൽ, വഇദ് ഫറഖ്നാ ബിക്കുമുൽ ബഹ്റ എന്ന ഇലാ ഖൗലി വഅൻതും തൻളുറൂൻ എന്നതുവരെയുള്ള അള്ളാഹുവിൻ്റെ കൗലിൽ അംർ ബിൻ മൈമൂൻ ആദ്വി എന്നവരെ തൊട്ട് അബ്ദുർ റസാഖ് പറയണം എന്താണ്. കാലത്തെ ലമ്മ ഖറജ മൂസ, മൂസ അലൈഹി സ്വലാം പുറപ്പെട്ടു. ബിബനി ഇസ്രായേല, ബനു ഇസ്രായേലരുമായിട്ട് മൂസാ നബി പുറപ്പെട്ടപ്പോൾ, ബലഗ ദാലിക ഫിർഔന, അത് ഫിർഔനിനെത്തി, ആ സംഭവം, ആ വിവരം ഫിർഔനെത്തി. ഫഖാല, അപ്പോൾ ഫിർഔൻ പറഞ്ഞു, ലാ തത്തബിഊഹും, നിങ്ങൾ അവരെ പിൻപറ്റരുത്. ഹതാ തസിഹദ്ദീഖത്തു, കോഴി കൂവുന്നത് വരെ അവരെ പിൻപറ്റരുതെന്ന് പറഞ്ഞു. കോഴി കൂവുന്നത് വരെ. കാല, അദ്ദേഹം പറഞ്ഞു, ഫവല്ലാഹി, അള്ളാഹിനെ തന്നെ സത്യം, മാ സാഹ ലൈലത്തഹു, അന്നത്തെ രാത്രി കോഴി കൂവിയില്ല. ദീഖുൻ ഹത്താ അസ്ബഹു, പ്രഭാതം വരെ കോഴി കൂവിയില്ല. ഫദആ ബി ഷാത്തിൻ ഫദുബിഹത്ത്, അപ്പോൾ ഫിറോൻ ഒരു ആടിനെ കൊണ്ടുവരാൻ കൽപ്പിക്കുകയും അതിനെ അറുക്കുകയും ചെയ്തു. സുമ്മ ഖാല, പിന്നവും പറഞ്ഞു, ലാ അഫ്റുഗു മിൻ ഖബ്ദി ഹത്താ ഇജ്തമഇലയ്യ സിത്തുമിയാത്തി അൽഫിൻ മിനൽ ഖിബ്തി, ഞാൻ ഈ ആടിൻ്റെ കരളിൽ നിന്ന് ഒഴിവാകുകയില്ല, എൻ്റെ മേൽ സിത്തുമിയാത്തി അൽഫിൻ മിനൽ ഖിബ്തികളിൽപ്പെട്ട 6,00,000 ആളുകൾ ഒരുമിച്ച് കൂടണം. ഫലം യഫ്രഖ് മിൻ കബ്ദിഹ, അപ്പോൾ അങ്ങനെ അവൻ ആ ആടിൻ്റെ കബദിൽ നിന്ന്, അതായത് അതിൻ്റെ കരളിൽ നിന്ന് ഒഴിവായില്ല. ഹത്തജിത്തമയിലഹി സിത്തുമിയത്ത് അൽഫി മിനൽ ഖിബ്തി, അപ്പോൾ ഖിബ്തികളിൽപ്പെട്ട 6,00,000 ആളുകൾ അവനിലേക്ക് ഒരുമിച്ച് കൂടുന്നത് വരെ. സുമ്മ സാറ, പിന്നെ അവൻ സഞ്ചരിച്ചു. ഫലമാത്ത മൂസൽ ബഹറ, അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ബഹറിലെത്തിയപ്പോൾ, ഖാലലഹു റജുലുൻ മിൻ അസ്വാബിഹി, കടലിൻ്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ചിലർ അദ്ദേഹത്തോട് ചോദിച്ചു, യുഖാലു യൂശബിനു നൂന എന്ന അനുയായി ചോദിച്ചു, അയിന അമർ റബ്ബുക്ക, എവിടെയാണ് അങ്ങ് റബ്ബ് അങ്ങയോട് കൽപ്പിച്ചത്. കാല, അപ്പോൾ മൂസാ നബി പറഞ്ഞു, അമാമക്ക, നിൻ്റെ മുന്നിലാണ്, ഇശ്റുൽ ബഹരി, കടലിലേക്ക് സൂചിപ്പിച്ചു. അപ്പോൾ അഖ്ഹമ യൂശ അലൈഹി സ്വലാം ഫർസോ, അദ്ദേഹത്തിൻ്റെ കുതിരയെ കടലിൽ ചാടിച്ചു. അഖ്ഹമ എന്ന് വെച്ചാൽ കടലിൽ എന്ത് ചെയ്തു, നദിയിൽ പ്രവേശിപ്പിച്ചു, പുഴയിൽ ചാടിച്ചു.
ഹത്താ പലൽ ഒമ്ര, അങ്ങനെ അത് ഒമ്രത്തി, അതായത് കൂടിയ വെള്ളമുള്ള സ്ഥലത്തെത്തി, മുങ്ങിപ്പോകാനുള്ള സ്ഥലം എത്തി. അപ്പോൾ ഫതാബ ബിൽ ഒമ്രു, അപ്പോൾ ഒമ്ര അദ്ദേഹത്തെ കൊണ്ടുപോയി. സുമറജ, പിന്നെ മടങ്ങി വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴമുള്ള സ്ഥലത്ത് എത്തിയെന്ന്. അപ്പോൾ കാല, അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, അയിന അമർ റബ്ബുക്കയാ മൂസ, അങ്ങനെ റബ്ബ് കൽപ്പിച്ചത് എവിടെയാണ് അങ്ങയോട്? അപ്പോൾ വല്ലാഹി മാ കഥബത്ത, അള്ളാഹുവിനെ തന്നെ സത്യം, അങ്ങ് കളവ് പറയില്ല, വല കുതിബത്ത, അങ്ങയോട് കളവ് പറയപ്പെട്ടിട്ടില്ല. ഫാല ദാലിക സലാസ മറാത്തിൻ, 3 വട്ടം അതിനെ ചെയ്തു എന്നാണ്. യൂസുഫ് നബി അങ്ങനെ 3 വട്ടം ചെയ്തു. സുമ്മ ഔഹല്ലാഹുല മൂസ, മൂസാ നബിയിലേക്ക് അപ്പോൾ അള്ളാഹു വഹി അറിയിച്ചു. അപ്പോൾ അനിദ്രിബി അസ്വാക്കൽ ബഹ്റ, അങ്ങ് എന്ത് ചെയ്യുക, അങ്ങയുടെ വടി കൊണ്ട് കടലിൽ അടിക്കുക. ഫളറബഹു, അപ്പോൾ മൂസാ നബി കടലിൽ അടിച്ചു. ഫം ഫലക, അപ്പോൾ അതെന്ത് ചെയ്തു, പിളർന്നു. ഫകാന കുല്ലു ഫിർക്കിൻ കത്തൗദിൽ അലീം, അപ്പോൾ ഓരോ പൊളിയും വലിയ പർവ്വതങ്ങളെപ്പോലെയായി. അതായത് 2 ഭാഗത്തേക്ക് മാറി നിന്നില്ല. അപ്പോൾ ഓരോന്നും എന്താണ്, വലിയ പർവ്വതം പോലെയാണ് ഓരോ ഭാഗത്തുള്ളത്. അത് ഷൂറായിൽ പറഞ്ഞ യഖൂലു മിസ്ലൽ ജബലി, എന്ന് വെച്ചാൽ പർവ്വതം പോലെ, കത്തൗദിൽ എന്ന് വെച്ചാൽ പർവ്വതം പോലെ. സുമ്മ സാറ മൂസ, പിന്നെ മൂസാ നബി സഞ്ചരിച്ചു. അമ്മ അദ്ദേഹത്തോടു കൂടെ ഉള്ളവരും ഫിർഔന് ഫി തരീഖിം, അപ്പോൾ അവരുടെ വഴിയിലൂടെ ഫിർഔൻ അവരെ പിൻപറ്റി, അവരെ പിന്തുടർന്നു. അങ്ങനെ ഹത്താ ഫീഹി, അവർ ആ വഴിയിൽ പൂർണ്ണമായപ്പോൾ, അവരെല്ലാവരും കൂടി അതിൽ കടന്നപ്പോൾ അത്ബഖഹുല്ലാഹു അലൈഹിം, അള്ളാഹു ഫിർഔനിൻ്റെ കൂട്ടരുടെ മേൽ അള്ളാഹു എന്ത് ചെയ്തു, ആ നദിയെ അല്ലെങ്കിൽ ആ കടലിനെ മൂടിക്കളഞ്ഞു. ഫലിദാലിക്ക കാല, ഇതിനു വേണ്ടി അള്ളാഹ് പറഞ്ഞല്ലോ, വാഗറഖ്നാല ഫിർഔന വഅൻതും തൻളുറൂൻ, നാം ഫിർഔനിൻ്റെ ആളുകളെ നാം മുക്കിക്കൊന്നു, വഅൻതും തൻളുറൂൻ, നിങ്ങൾ തന്നെ കാണുന്നവരായ സ്ഥിതിയിൽ. വകദാലിക കാല ഗൈറു വാഹിദ് മിന സലഫി, ഇപ്രകാരം മുൻഗാമികളിൽപ്പെട്ട ഒന്നിലധികം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കമാ സയതി ബയാനു ഫി മൗലി, അതിൻ്റെ ചരിത്രം, അതിൻ്റെ സ്ഥലത്ത് വിശദീകരണം വരുന്നതാണ്. വഖദ് വറദ, വന്നിട്ടുണ്ട്, അന്ന ഹാദൽ യൗമ, ഈ ദിവസം കാന യൗമു ആശുറ, അത് മുഹറം 10 ആയിരുന്നു. മുഹറം കമാ ഖാലൽ ഇമാം അഹ്മദ്, ഇമാം പറഞ്ഞതുപോലെ. ഹദസന അഫ്ഫാൻ ഹദസന അബ്ദുൽ വാരിസ് ഹദസന അയ്യൂബ് അൻ അബ്ദുല്ലാഹി ഇബ്നു സഈദ് ഇബ്നു ജുബൈർ അൻ നബിഹി അൻ ഇബ്നു അബ്ബാസ് തൊട്ട് ഖാല, അദ്ദേഹം പറഞ്ഞു, ഖദിമ റസൂലുള്ളാഹിൽ മദീന സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ മദീനയിൽ മുന്നിട്ടു. ഫറഅൽ യഹൂദ യസൂമൂന യൗമ ആശുറ, അപ്പോൾ നബി തങ്ങൾ യഹൂദികളെ കണ്ടു, അവർ ആശുറ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതായിട്ട്. ഫഖാല, അപ്പോൾ നബി ചോദിച്ചു, മഹാദൽ യൗമുല്ലദീ തസൂമൂൻ, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്ന ദിവസമേതാണ്? ഖാലൂർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിൻ, ഇതൊരു നല്ല ദിവസമാണ്. ഹാദാ യൗമുൻ, ഇതൊരു ദിവസമാണ്. നജ്ജല്ലാഹു അസ്സ വജല്ല ഫീ ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, അല്ലാഹു തആല ബനി ഇസ്രായീലരെ അവരുടെ ശത്രുവിൽ നിന്ന് രക്ഷിച്ച ദിവസമാണ്. അപ്പോൾ ഫസാമുഹു മൂസ, അപ്പോൾ ആ ദിവസം മൂസാ നബി അലൈഹി സ്വലാം നോമ്പനുഷ്ഠിച്ചു. ഫഖാല റസൂലുള്ളാഹി, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അന അഹഖു ബി മൂസാ മിൻകും, ഞാൻ നിങ്ങളെക്കാൾ മൂസാ നബിയോട് ഏറ്റവും ബന്ധപ്പെട്ട ആളാണ്. ഫസാമു, അങ്ങനെ നബി തങ്ങൾ റസൂലുള്ളാഹി നോമ്പനുഷ്ഠിച്ചു. ഏത് ആശുറായിൽ നബി നോമ്പനുഷ്ഠിക്കുകയും വാമറബി സൗമിഹി, നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. വറവ ഹാദൽ ഹദീസ് അൽ ബുഖാരി, ഈ ഹദീസ് ബുഖാരിമാർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. മുസ്ലിമും നസായിയും ഇബ്നു മാജയൊക്കെ മിൻ തുർക്കിൻ, പല തുർക്കിലൂടെ. അൻ അയ്യൂബ സഖ്താനിയെ തൊട്ട് നെഹുവ മാ തഖദ്ദമ, ഇതുകൊണ്ടും നെഹുവ മാ തഖദ്ദമ, ഈ മുന്തിയ ഒന്ന് പോലത്തത്. വഖാല അബൂ യഅൽ മൗസിലി പറയുന്നു, ഹദസന അബൂ റബി ഹദസന സല്ലാമുൻ യാനി ഇബ്നു സുലൈമിൻ അൻ സയ്യിദ് ബിൻ അമ്മിയൻ യസീദ് റഖാശി അൻ അനസ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി പറഞ്ഞു, ഫലഖല്ലാഹുൽ ബഹറ ലി ബനി ഇസ്രായീല യൗമ ആശുറാ, അല്ലാഹു തആല ബനി ഇസ്രായേൽക്ക് വേണ്ടി മുഹറം 10 ദിവസം കടലിനെ പിളർത്തി. വഹാദാ ലഈഫൻ മിൻ ഹാദൽ വജ്, ഈ വജ് പ്രകാരം ഇത് ലഈഫാണ്. കാരണം ഫൈന സയ്യിദൽ അമ്മിയ ഫീ ലാഫൻ, സയ്യിദുൽ അമ്മി എന്ന് പറഞ്ഞില്ല, അദ്ദേഹം ലാഫുണ്ട് അദ്ദേഹത്തിൽ. ഷെയ്ഖു യസീദുർ റഖാശി, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖ് യസീദുർ റഖാശി ആകുന്നത് അള്ളാഫുമിനു, അദ്ദേഹത്തെക്കാൾ ബലഹീനനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ഇബ്നു കസീറിൽ അധികമില്ല ഇതിൻ്റെ ഇല്ലേ. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഖുർത്തുബി എന്താ പറഞ്ഞു നോക്കാം. വൈദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ ഫഅൻജയ്നാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻളുറൂൻ. ഖൗലുഹു തആല, ഇത് എന്നുള്ളത് ഫി മൗലി നസ്ബിൻ്റെ മൗലിയിലാണ് കേട്ടോ. ഫറഖ്ന എന്നുള്ളത് ഫലഖ്ന, ഫകാന കുല്ലു ഫിർഖിൻ ക തൗദിൽ അലീം അയിൽ ജബലിൽ അലീം. തൗദിൽ എന്ന് വെച്ചാൽ വലിയ പർവ്വതം, മല.
വാസുൽ ഫറക്കി അൽ ഫാസുലു, ഫറക്ക് എന്ന് വെച്ചാൽ വിട്ടുപിരിക്കാന്നാ. വമിൻഹു ഫറക്കു ഷഹർ, മുടി വിട്ടുപിരിക്കുക. വമിനുൽ ഫുർഖാൻ, ഫുർഖാൻ എന്ന് പറയും. കാരണം എന്താണ്? ഖുർആനെ പറ്റി ഫുർഖാൻ എന്ന് പറയും. അന്നഹു യഫ്റുഖു ബൈനൽ ഹഖി വൽ ബാത്തിലി, അതായത് സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെ ഇടയിൽ വിട്ടുപിരിക്കുന്നതാണല്ലോ, വേർതിരിക്കുന്നതെന്ന അർത്ഥത്തിനാണ് ഫുർഖാൻ എന്ന് പറയുക. വമിൻഹു, അതിൽപ്പെട്ട ഫൽ ഫാരിഖാതി ഫർഖാ എന്ന് പറഞ്ഞില്ലേ, അതിൽ മലായിക്കത്താണ്, മലക്കളെ പറ്റി പറഞ്ഞു. തൻസിലു ബിൽ ഫർഖി ബൈനൽ ഹഖി വൽ ബാത്തിലി, അതായത് എന്താ, മലക്കളെ പറ്റി പറഞ്ഞു, അവകൾ എന്ത് ചെയ്യും? ഹക്കിൻ്റെയും ബാത്തിലിൻ്റെ ഇടയിൽ വിട്ടുപിരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നവരല്ല. അതുകൊണ്ട് മലക്കളെ പറ്റി ഫൽ ഫാരിഖാത്തി ഫർഖൻ എന്ന് പറഞ്ഞു. ഒമിൻഹു, അതിൽപ്പെട്ടതാണ് യൗമുൽ ഫുർഖാൻ എന്ന് പറയുമല്ലോ. യൗമുൽ ഫുർഖാൻ, അതിന് യൗമു ബദർ, ബദർ ദിവസത്തെ പറ്റി ഫുർഖാൻ എന്ന് പറഞ്ഞു. കാരണം കാനഫി ഫർഖു ബൈനൽ ഹഖി വൽ ബാത്തിലി, കാരണം ആ ദിവസത്തിലാണല്ലോ സത്യത്തിൻ്റെ അസത്യത്തിൻ്റെ ഇടയിൽ വേർപിരിയൽ ഉണ്ടായത്. വമിൻഹു, അതിൽപ്പെട്ടതാണ് ഖുർആനൻ ഫറഖ്നാഹു എന്ന് പറയാറുണ്ട്. ഐ ഫസ്സൽനാഹു വഹ്കംനാഹു, നാം വിശദീകരിച്ചു ഖുർആനിനെ, നാം അതിനെ വിശദീകരിച്ചു, അങ്ങനത്തെ ഖുർആൻ എന്ന് പറഞ്ഞു. ഇസ്രായേൽ 106-ാമത്തെ ആയത്ത് കേട്ടോ. വഹ്കംനാഹു എന്നാണ്, നാം ഉറപ്പിച്ചത്. ഇനി വഖറ സുഹരി, അത് ഫറഖ്ന എന്നാ സുഹരി ഓതിയത്. ബി തശ്ദീദ് റായിന് ശബ്ദ് കൊണ്ടിട്ട് ഐ ജഅൽനാഹു ഫിർഖൻ, നാം അതിനെ ഫിർഖാക്കി, ഭാഗങ്ങളാക്കി. അപ്പോൾ മാന ബിക്കും, ഇനി ബിക്കും എന്ന മാന എങ്ങനെ? ഐ ലക്കും, നിങ്ങൾക്ക് വേണ്ടി എന്നാണ്. ഫൽ ബാബ് മാനൽ ലാമി, അപ്പം ലാമിൻ്റെ മാനക്ക് വരാറുണ്ട്. കണ്ട, ഫൽ ബാ, അപ്പോൾ ബാ ആകുന്നത് ബിമാനൽ ലാമി, ലാമിൻ്റെ മാനക്കാണ്. നിങ്ങൾക്ക് വേണ്ടി നാം കടലിനെ നാം പിളർത്തിയെന്നാണ്. വഖീല, പറയപ്പെട്ടു, അൽ ബാ ഫി മക്കാനിഹ, ഇനി പറയപ്പെട്ടു ബാഗ് ആ ബായിൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. ഐ ഫറഖ്നൽ ബഹ്റ ബി ദുഖൂലിക്കും ഇയാഹു, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവേശിക്കൽ കൊണ്ടിട്ട് കടലിനെ നാം പിളർത്തിന, ആ കടലിൽ പ്രവേശിക്കൽ കൊണ്ട്. ഐ സാറു ബൈനൽ മാ ഐനി, അതായത് അവരായി രണ്ട് വെള്ളത്തിനിടയിലായി. ഫസാറൽ ഫർഖു ബിഹിം, അപ്പോൾ അവരെ കൊണ്ടായി, വിട്ടുപിരിയൽ അവരെ കൊണ്ടായി. അപ്പം നിങ്ങൾ പ്രവേശിക്കൽ കൊണ്ടിട്ട് ബഹറിനെ നാം എന്താക്കി? രണ്ട് ഭാഗമാക്കി. വഹാദ ഔല, ഇതാണ് ഏറ്റവും ബന്ധപ്പെട്ടത്. യുബയ്യിനുഹു ഫംഫലക്ക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നിലക്ക് ഇത് തന്നെയാണ്, നിങ്ങൾ പ്രവേശിക്കൽ കൊണ്ട്. അപ്പോൾ ഖൗലുഹു തആല, അപ്പോൾ ഫംഫലക്ക എന്ന് പറയുന്നുണ്ട്. പിന്നെ അതെവിടെ പറയുന്നു? ഇത് ഫറഖ്നാ ബികുൽ മഹ്റ ഫഅൻജയ്നാക്കും. ഇനി ഖൗലു തആല അൽ ബഹ്റ എന്ന ഖൗൽ, അൽ ബഹ്റു മഅറൂഫൻ സുമ്മ ബിദാലിക ലിത്തിസായി, കടലെന്ന് പറഞ്ഞാൽ അത് അറിയപ്പെട്ടതാണ്. കാരണം ഇതിനെ പേര് വെക്കാൻ, കടലിൽ നിന്ന് പേര് വെക്കാൻ കാരണം അത് വിശാലമായതിനു വേണ്ടി. ബഹർ എന്നർത്ഥം, ബഹർ, കടലിനെ പറ്റി ബഹർ എന്ന് പറയുന്നത്. വൈകാല് ഫർസൻ ബഹർ എന്ന് പറയാറുണ്ട്. ഇതാക്കാന വാസിൽ ജരിയായി കസീറു, നടത്തം അധികരിച്ചാൽ കുതിരയെപ്പറ്റി ഫർസൻ ബഹർ എന്ന് പറയാറുണ്ട്. ഒമിൻ ദാലിക്, ഇതിൽപ്പെട്ടതാണ് കൗലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിതങ്ങൾ പറഞ്ഞല്ലോ, ഫി മന്ദൂബി ഫറസി അബി തൽഹ വൈൻ വജദ്നാഹുല ബഹ്റാൻ, അബൂ തൽഹാൻ്റെ ഫറസിൻ്റെ വിഷയത്തിലായിട്ട് നബി പറഞ്ഞല്ലോ, വൈൻ വജദ്ന, നാം അതിനെ എത്തിച്ചില്ല ബഹ്റൻ, നാം അതിനെല്ലാം ബഹ്റായിട്ട് എത്തിച്ചു. അതായത് ദീർഘയിൽ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ വിശാലമായി സഞ്ചരിക്കുന്നതിന് അർത്ഥത്തിനാണ്. വൽ ബഹ്റു, ബഹ്റാവുന്നൽ മാ ഉൽ മലിഹു, ഉപ്പുവെള്ളത്തിനാണ് ബഹ്ർ എന്ന് പറയുക. വൈകാലു അബ്ഹർ അൽ മാ എന്ന് പറയണം മലുഹാന്ന്. കാല നുസൈബൻ, മലുഹാന്ന് വെള്ളം ഉപ്പുവെള്ളമായി. അപ്പോൾ ഉപ്പുവെള്ളത്തിനെ പറ്റുക എന്താ? കടലിൽ നിന്ന് വെള്ളം എന്ന് പറയും. കാല നുസൈബ് പറഞ്ഞു, വഖദ് ആദ മാ ഉൽ അർളി ബഹ്റൻ ഫസാദനി ഇലാ മാ റളി അൻ അബ്ഹറൽ മശ്റബുൽ അദ്ബു. വൽ ബഹ്റു അൽ ബൽദത്തു യുഖാലു ഹാദിഹി ബഹ്റത്തുൻ, ഐ ബൽദത്തുന. ഇനി ബഹറിനെ പറ്റി എന്ത് ചെയ്യുക? പറയാറുണ്ട് നാടെന്ന്. ഹാദിഹി ബഹ്റത്തുന എന്ന് പറയാറ്. ഐ ബൽദത്തുന, നമ്മുടെ നാടാണെന്ന് അങ്ങനെയും പറയാം. കാലുൽ അമവിയു പറഞ്ഞു, ഇതിൽ അമവിയ ഇതിനെ പറഞ്ഞിരിക്കുന്നു. വൽ ബഹ്റു അസ്സുലാലു യുസീബുൽ ഇൻസാന,
വൽ ബഹ്റു അസുലാലു യുസീബുൽ ഇൻസാൻ, ഇൻസാനിന് എത്തുന്ന സുലാലാണ്. സുലാലെന്ന് പറഞ്ഞാൽ 4 ഖുറാബ് പോലെ. ഖർഹത്തുൻ തഹദസു ഫി റിഅത്തി ഔ സക്കാമിൻ. മനുഷ്യനെത്തുന്ന സുലാൽ എന്ന് വെച്ചാൽ എന്താ? കോട്ടുവായല്ല ഈ സുലാൽ. വയക്കൂലാണ് പറയണം ലഖീത്തുഹു സഹറത്തൻ ബഹ്റത്തൻ ഐ ബാരിദൻ മക്ഷൂഫാൻ, ഞാൻ അവനെ കണ്ടു സഹറത്തൻ ബഹ്റത്തായിട്ട്, ഐ ബാരിസൻ മക്ഷൂഫൻ വെളിവായവനായിട്ട് നർത്ഥം. വഫിൽ ഖബറിലുണ്ട് അൻ കാബിൽ അഹ്ബാറിനെ തൊട്ടുണ്ട് കാല ഇന്നലില്ലാഹി മലക്കൻ യുക്കാലു സന്ദഫാബീലുൽ ബിഹാറു. കാബുൽ അഹ്ബാറിൻ്റെ ഹദീസിലല്ലേ കാല ഇന്നലില്ലാഹി മലക്കൻ, അള്ളാഹുവിന് ചില മലക്കുകളുണ്ട്, യുക്കാലുല്ലോ അതിന് പറയപ്പെടും സന്ദഫാബീലുൽ ബിഹാർ എന്ന്. കുല്ലുഫി നഖറത്തി ഇബ്ഹാമിഹി. ഇന്നലില്ലാഹി മലക്കൻ യുക്കാലഹു സന്ദഫാബീൽ അൽ ബിഹാർ കുല്ലുഹാഫി നഖറത്തി ഇബ്ഹാമിഹി. സക്കറഹു അബൂ നഈം അൻ സൗറുബിന്. അല്ലെങ്കിൽ സന്ദഫാബിൽ നിന്നുണ്ട് അൽ ബിഹാർ കുല്ലുഹ, ബിഹാർ മുഴുവനും അതിൻ്റെ ഇബ്ഹാമിലാണ്, ചൂണ്ടുവിരലിലാണ്. സക്കറഹു അബൂ നഈം അതിനെ പറഞ്ഞു. അൻ സൗറുബിൻ യസീദിനെ തൊട്ട് അൻ ഖാലിദ് ബിൻ മഅദാനെ തൊട്ട് അൻ കഅബിനെ തൊട്ട്. ഖൗലുഹു തആല, അതിന് അള്ളാഹിൻ്റെ കൗലുണ്ടല്ലോ ഫഅൻജൈനാക്കും ഐ അഖ്റജ്നാക്കും, നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയെന്ന് വെച്ചാൽ ഐ അഖ്റജ്നാക്കും, നാം നിങ്ങളെ പുറപ്പെടുവിച്ചു മിൻഹു അതിൽ നിന്നാ. യുഖാലു നജൗത്തു എന്ന് പറയണം, മിൻ കഥ നജാൻ മംദൂദൻ വ നജാത്തൻ മഖ്സൂറായിട്ട് നജാത്തൻ നജാ എന്നൊക്കെ പറയും. ബസിദുഖു മുൻജാത്തൻ വഅൻജൈത്തു ഗൈരി വ നജൈത്തുഹു വഖുരിയ ബിഹിമ. വൈ നജൈനാക്കും ഫഅൻജൈനാക്കും രണ്ടും ഓതിയിട്ടുണ്ട്. വഖൗലു തആല വഅഗ്റഖനാല ഫിർഔന, ഫിർഔനിൻ്റെ കുടുംബത്തെ നാം, ഫിർഔനിൻ്റെ കൂട്ടരെ നാം മുക്കിക്കൊന്നു വെച്ചാൽ യുഖാലു ഖരിഖ ഫിൽ മായി എന്ന് ഖർഖൻ ഫഹുവ ഖരിഖൻ വഖാരിഖുൻ അയ്ളൻ. വമിൻഹു ഖൗലു അബിൻ നജ് മിൻ ബൈനി മഖ്തൂലിൻ വദാഫിൻ ഖാരിഖി വഗറഖഹു ഗൈറുഹു വഗറഖഹു വഹു മുഗറഖുൻ വഖരീഖുൻ വലിജാബിൻ മുഗറഖുൻ മിനൽ ഫിദ്ദത്തി ഔ മുലഹല്ലൻ വതഗ്രീഖു വൽ ഖത്ലു ഖാലൽ ആയിഷ അലാ ലൈത ഖൈസൻ അറഖ്തുഹുൽ ഖവാബിലു. അതൊക്കെ ഇനി ഭാഷ വിശദീകരിക്കുക. വദാലിക അന്നൽ ഖാബിലത കാനത തുഗരിഖുൽ മൗലൂദ ബിൽ മാഇസ്സല ആമൽ ഖഹ്തി ദക്കറൻ കാന ഔ ഉൻസാ ഹത്താ യമൂത സുമ്മ ജുല കുല്ലു ഖദ്രിൻ തഗ്രീഖൻ. വമിൻഹു ഖൗലു ദിൽ റമ്മത്തി ഇദാ ഗറഖത് അർബാലുഹാ സിനിയാ ബക്ര ബിതൈഹാന ലം യുസ്ബിഹ് റൂസൻ സുലൂബുഹ. അങ്ങനെ പറയാൻ കാരണം എന്താ? കാബിലത്ത് പേരെടുക്കുന്ന പെണ്ണ് കാനത്ത് തുഗരിഖുൽ മൗലൂദ ഫി മാഇസ്സല ആമൽ ഖഹത്തി, അവളെന്ത് ചെയ്യും? കുട്ടിയെ എന്ത് ചെയ്യും? മുക്കിക്കൊല്ലും വെള്ളത്തിൽ. വരൾച്ചയുടെ കഹത്തിൻ്റെ വർഷം, അതായത് എന്താണ് വരൾച്ചയുടെ കാലഘട്ടത്തിൽ. ദക്കറാകട്ടെ ഉൻസയാകട്ടെ അതിനെ മുക്കിക്കൊല്ലും. ഹത്തായ മൂത്ത മരിക്കുന്നവരെ. സുമ്മ ജൂല കുല്ലു ഖത്ലിൻ തഗ്രീഖൻ, പിന്നെ അതിനാക്കപ്പെട്ടതാണ് എല്ലാ കൊലക്കും അതിനാക്കപ്പെട്ടു, തഗ്രീഖൻ ആക്കപ്പെട്ടു. വമിൻഹു ഖൗലു ദിർ ഉമ്മ ഇദാ ഗറഖത് അർബാലുഹാ സിൻയ ബക്ര ബിതൈഹാ ലം തുസ്ബിഹ് റൂമൻ സലൂബുഹാ വൽ അർബാലു വൽ ജിബാലു. അർബാൽ എന്ന് വെച്ചാൽ എന്താണ്? കടൽ. അർബാൽ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശം? ജിബാലാണ്, പർവ്വതങ്ങളാണ്. വൽ ബക്രത്തു വ നാഖത്തു ആണ്. ബക്രത്ത് എന്ന് വെച്ചാൽ നാഖത്ത് ഉദ്ദേശം ഒട്ടകമാണ്. അൽ ഫത്തിയത്തു വ സിൻയുഹ,
ബത്തിനുഹ സാനി വൈന്നമാലം യത്തി ഫലാമ വലതി അലിമ. ഇപ്പോൾ ഈ അൽ കൗൽ ബി ഇഖ്തിലാഫിൽ ഉലമായി ബി കൈഫിയത്തി ഇൻജായി ബനീസ്. അതൊക്കെ ഭാഷ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുക? അൽ കൗലു ഫി ഇഖ്തിലാഫിൽ ഉലമായി ഫി കൈഫിയത്തി ഇൻജായി ബനീസ്രായ്. ബനീസ്രായിലെ രക്ഷപ്പെടുത്തുന്ന രൂപത്തിൽ ഉലമാക്കന്മാർ ഇഖ്തിലാഫായിട്ടുണ്ട്. അതിനെപ്പറ്റി പറയണം. അപ്പോൾ അതക്കറ തൊബരി പറഞ്ഞു അന്ന മൂസ അലൈഹി സ്വലാം, മൂസാ നബിക്ക് ഊഹിയ വഹിറിക്കപ്പെട്ട അദ്ദേഹത്തിലേക്ക് യുസ്രബി ഫി മിസ്രബി ബനി ഇസ്രായില, അദ്ദേഹം രാത്രി പോകണമെന്ന് ബനു ഇസ്രായേലരുമായിട്ട് ബിസ്റിൽ നിന്ന് രാത്രി പോകാൻ. ഫഅമറഹും മൂസ, അപ്പോൾ അവർ മൂസാ നബി അവരോട് കൽപ്പിച്ചു അൻ യസ്തഈറുൽ ഹുലിയ, ആഭരണങ്ങളെ വായ്പ വാങ്ങാൻ, വൽ മത്താ മിനൽ ഖിബിത്തി, മത്താവുകളും, മിനൽ ഖിബിത്തി ഭക്ഷണ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഖിബിത്തികളിൽ നിന്ന് വായ്പ വാങ്ങാൻ. വഹല്ലല്ലാഹു ദാലിക ലി ബനി ഇസ്രായേല, അള്ളാഹു ബനി ഇസ്രായേലർക്ക് വേണ്ടി അള്ളാഹു അതിനെ അനുവദനീയമാക്കി. അങ്ങനെ ഫസറാബിഹി മൂസ, മൂസ അലൈഹി സ്വലാം അവരുമായിട്ട് മിൻ അവ്വലിലൈലി, രാത്രിയുടെ ആദ്യം എന്ത് പുറപ്പെട്ടു. ഫഉലിമ ഫിർഔൻ, അപ്പോൾ ഫിർഔനിനെ ഇതിനെ അറിയിക്കപ്പെട്ടു, ഫിർഔനെ ഈ കാര്യം അറിയിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ പറഞ്ഞു ലാ തത്ബഉഹും അഹദൻ, ഒരാളും അവനെ പിൻപറ്റരുത്. അത്താ തസിഹ ദീക്കത്തു, കോഴി കൂവുന്നത് വരെ. ഫലം യസിഹ് തിൽക്കൽ ലൈലത്ത ബി മിസ്ര ദീക്കുൻ, അന്നേ രാത്രി മിസ്രിൽ ഒരു കോഴിയും കൂവിയില്ല. വാമാത്തല്ലാഹു തിൽക്കൽ ലൈലത്ത കസീറ മിൻ അബ്നാഇൽ ഖിബിത്തി, ആ രാത്രി അള്ളാഹു താല കിബിത്തികളുടെ മക്കളിൽ നിന്ന് ഒരുപാട് പേരെ അള്ളാഹു മരിപ്പിച്ചു. അങ്ങനെ ഫസ്തഖലു ഫി ദഫിനി, അവരെ മറമാടുന്നതിലായി ജോലിയായി. വഖറജു ഫിൽ അത്ബാഇ, അപ്പോൾ അവരെന്ത് ചെയ്തു? പുറപ്പെട്ടു അത്ബായിലായിട്ട്, മുശ്രിഖീനായിട്ട്. കമാ ഖാല താല ഫഅത്ബഉഹു മുശ്രിഖീൻ, അതായത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് പുറപ്പെട്ടത്. വദഹബ മൂസ ഇലാ നാഹിയത്തിൽ ബഹരിയ, മൂസാ നബി അലൈഹി സ്വലാം പോയി കടൽ തീരത്തേക്ക് പോയി. ഹത്താ ബലഹു, അങ്ങനെ അവിടെ എത്തുന്നത് വരെ, അങ്ങനെ അവിടെ എത്തി. വക്കാനത്ത് ഇദ്ദത്തു ബനി ഇസ്രായേല നയ്യിഫൻ അലാ 600,000, ബനി ഇസ്രായേലിൻ്റെ എണ്ണമാകട്ടെ 6,00,000, 600,000, 6,00,000. വക്കാനത്ത് ഇദ്ദത്തു ഫിർഔനിൻ്റെ സംഘം അൽഫിൻ വ 100,000, 12,00,000. വക്കീല പറയപ്പെടും ഇന്ന ഫിർഔനത്തബഉ ഫി അൽഫി ഇസ്വാനിൻ സിവൽ ഇനാസി, പറയപ്പെട്ടു ഫിർഔൻ അദ്ദേഹത്തെ പിൻപറ്റിയത് 10,00,000 ഹിസാനിലായിട്ടാണ്. ഹിസാൻ എന്ന് വെച്ചാൽ എന്താണ്? സിവൽ ഇനാസി, അതായത് ആണൊട്ടകം, ആൺകുതിരകളിലായിട്ടാണ് പുറപ്പെട്ടത്. വക്കീല പറയപ്പെട്ടു ദഖലു ഇസ്രായേൽ, ദഖല ഇസ്രായേലു, ഇസ്രായേൽ യാക്കൂബ് നബി. ഞാൻ വേറെ വിഷയം പറയാണ്, പറയപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ, അതായത് യാക്കൂബ് നബി കടന്നു അലൈഹിസ്സലാം മിസ്രിൽ പ്രവേശിച്ചത് ഫി 76 നഫ്സൻ മിൻ വലദിഹി വ വലദിഹി വ വലദി വലദിഹി, 76 പേരായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ മക്കളും മക്കളുടെ മക്കളൊക്കെ ആയിട്ട്. ഫഅൻമല്ലാഹു അദദ്, അങ്ങനെ അള്ളാഹു അവരുടെ എണ്ണത്തെ വർദ്ധിപ്പിച്ചു. വ ബാറക ഫി ദുരിയത്തിഹി, അവിടെ പരമ്പരയിൽ അള്ളാഹ് ബർക്കത്ത് ചെയ്തു. അങ്ങനെ ഹത്താ ഖറജു ഇലൽ ബഹ്രി യൗമ ഫിർഔൻ, ഫിർഔനിൻ്റെ ദിവസം കാലഘട്ടത്തിൽ അവർ എന്താണ് കടലിലേക്ക് പുറപ്പെട്ടു. വഹും 600,000 മിനൽ മുഖാത്തലത്തി ശിവശുയൂഖി, അവർ 6,00,000 പേരുണ്ടായിരുന്നു. ശിവശുയൂഖി ബ ദുരിയത്തി നിസായി, പെണ്ണുങ്ങളും ദുരിയത്തും വയസ്സന്മാരെയും കൂടാതെ യോദ്ധാക്കളായ 6,00,000 പേരാ. വദക്കർ അബൂബക്കർ അബ്ദുല്ലാഹി ബിൻ മുഹമ്മദ് ബിൻ അബി ശൈബ പറഞ്ഞു ഖാല ഹദ്ദസന ശബാബത്ത് ബിൻ സവാറിൻ യൂനുസ് ബിൻ അബി ഇസ്ഹാഖ് അൻ അബി ഇസ്ഹാഖ് അൻ അംർ ബിൻ മൈമൂൻ അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ, അബ്ദുല്ലാഹി മസ്ഊദിനെ തൊട്ട് അന്ന മൂസ അലൈഹി സ്വലാം ഹീന ഉസ്രിയ അസ്റാ ഇസ്രായേൽ ബലഗ ഫിർഔന ഫഅമറ ബിശാത്തിൻ ഫതുബിഹത് സുമ്മ ഖാല ലാ വല്ലാഹി ലാ യഫ്റുഗു മിൻ സൽഖിഹ ഹത്താ യജ്തമിഅ ലി 600,000 മിനൽ ഖിബതി ഖാല ഫന്തലക മുസാത്തൻ തഹലിൽ ബഹരി ഫഖാല ലഹു ഉഫ്റുഖ് ഫഖാല ലഹുൽ ബഹ്റു ലഖദ് ഇസ്തക്ബർത യാ മൂസ വൽ ഫറഖത ലി അഹദി മിൻ വലദിൻ ആദം ഫഫ്റുഖ് ലക ഖാല വമാ മൂസ റജുലൻ അലാ ഹിസാൻ. അവ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായി? മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? പുറപ്പെടുകയും അങ്ങനെ കടൽ തീരത്തേക്ക് എത്തി, കടലിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഫഖാൽ കൊണ്ട് കടലിനോട് പറഞ്ഞു ഉഫ്റുഖ്, നീ എന്ത് ചെയ്യുക? വിട്ടുപിരിയുക. അപ്പോൾ ഫഖാൽ ലഹുൽ ബഹ്റു, അപ്പോൾ ബഹ്ർ അദ്ദേഹത്തോട് പറയാണ് ലഖദ് ഇസ്തക്ബർത യാ മൂസ, നീ കിബ്ർ കാണിച്ചു, നീ അഹങ്കരിച്ചു. ഓ മൂസ, നീ അഹങ്കരിച്ചു. വഹൽ ഫറഖ്തു ലി അഹദി മിൻ വലദി ആദം,
ഞാൻ മനുഷ്യർക്ക് ഏതൊരു മനുഷ്യന് വേണ്ടിയിട്ട് ഞാൻ വിട്ടുപിരിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഫാഫറുക്കലക്ക നിനക്ക് വേണ്ടി ഞാൻ വിട്ടുപിരിയുമായിരുന്നു, അതായത് പിളരുമായിരുന്നു. കാല അദ്ദേഹം പറയാം മാ മൂസ റജുലുൻ അല ഇസാനിൻ, മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു ഇസാനിൻ്റെ മേൽ ഒരു റജുലുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇസാനിൻ്റെ മേൽ, അതായത് അദ്ദേഹത്തിൻ്റെ ആൺകുതിരയുടെ മേൽ. കാല അദ്ദേഹം പറയാം ഫഖാല ലഹു ദാലിക റജുലു അയിന ഉമിർത യാ നബിയല്ലാ. അപ്പോൾ അദ്ദേഹം മൂസാ നബിയോട് ചോദിക്കുകയാണ്, അള്ളാഹിൻ്റെ നബിയെ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് എവിടെയാണ്? കാല അപ്പോൾ മൂസാ നബി പറഞ്ഞു മാ ഉമിർത്തുല്ലാ ബി ഹാദൽ വജ്ഹി, ഈ ഭാഗമല്ലാതെ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. കാല അദ്ദേഹം പറഞ്ഞു ഫ അഖ്ഹമ ഫർസഹു ഫസബഹ ഫഖറജ. അപ്പോൾ അത് യൂഷഅബ്നു നൂനാണെന്ന് നമ്മൾ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, യൂഷഅബ്നു നൂൻ അല്ലേ. ഫ അഖ്ഹമ ഫർസഹു, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആ കുതിരയെ അദ്ദേഹം നദിയിൽ ചാടിക്കുകയും ഫസബ, അപ്പോൾ അത് നീന്തി, അങ്ങനെ അത് പുറപ്പെട്ടു. ഫഹറജ, പുറപ്പെട്ടു. ഫഖാല, അപ്പോൾ അദ്ദേഹം ചോദിച്ചു അയിന ഉമിർത്ത യാ നബിയല്ലാ, എവിടെയാണ് അങ്ങോട്ട് കൽപ്പിക്കപ്പെട്ടത്? അതായത് കടലിൽ ഇറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വന്നു. കാല അദ്ദേഹം പറഞ്ഞു, അപ്പോൾ മൂസാ നബി പറഞ്ഞു മാ ഉമിർത്തു ഇല്ലാ ബിഹാദൽ വജി, ഈ ഭാഗമല്ലാതെ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. കാല വല്ലാഹി മാ കദബത്ത്, അദ്ദേഹം പറഞ്ഞു അള്ളാഹിനെ തന്നെ സത്യം, അങ്ങ് കളവ് പറഞ്ഞില്ല. വല കുതിബത്ത്, അങ്ങയോട് കളവ് പറയപ്പെട്ടിട്ടില്ല. സുമഖ്തഹമസാനിയ, പിന്നെ രണ്ടാമതും അദ്ദേഹം ആ കുതിരയെ ചാടിച്ചു, കടലിൽ ചാടിച്ചു. ഫസബാബിഹി, ആ കുതിരയുമായിട്ട് അദ്ദേഹം നീന്തി. ഹത്താ ഖറജ, അങ്ങനെ വീണ്ടും പുറത്തേക്ക് വന്നു. അപ്പോൾ കാല അയിന മാ ഉമിർത്ത യാ നബിയല്ലാ, എവിടെയാണ് അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ നബിയെ? ഫഖാല, അപ്പോൾ അദ്ദേഹം മൂസാ നബി പറഞ്ഞു മാ ഉമിർത്തു ഇല്ലാ ബിഹാദൽ, ഈ വജ്ഹല്ലാതെ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. കാല അദ്ദേഹം പറയും വല്ലാഹി മാ കദബത്ത. അപ്പോൾ യൂസഫിന് നൂന് പറഞ്ഞു അള്ളാഹിനെ തന്നെ സത്യം, അങ്ങ് കളവ് പറഞ്ഞിട്ടില്ല, അങ്ങ് കളവ് പറഞ്ഞിട്ടില്ല. ഒമാ കുതിബത്ത്, അങ്ങയോട് കളവ് പറയപ്പെട്ടിട്ടില്ല. കാല ഫൗഹല്ലാഹു ഇലൈഹി, അപ്പോൾ അദ്ദേഹം പറയണം അപ്പോഴാണ് അള്ളാഹു താല മൂസാ നബിക്ക് വഹി അറിയിച്ചത് അനിൽ റിബ്ബി അസാക്കൽ ബഹറ, അങ്ങനെ എന്ത് ചെയ്യുക, വടി കൊണ്ട് കടലിൽ അടിക്കുക. ഫലറബ മൂസാ ബി അസാവ്, അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം വടി കൊണ്ട് കടലിൽ അടിച്ചു. ഫം ഫലക്ക, അപ്പോൾ ആ കടൽ പൊട്ടിപ്പിളർന്നു വെച്ചാൽ എന്താണ്, രണ്ടായി മാറി നിന്നു. ഫകാന കുല്ലു ഫിർക്കിൻ ക തൗദിൽ അലീം, ഓരോ ഭാഗവും അലീമായ വലിയ പർവ്വതങ്ങളെ പോലെയായി. ഫകാന ഫീസിന അശറ ഫർഖൻ, അപ്പോൾ അതിലുണ്ടായി 12ഓളം പൊട്ടലുണ്ടായി, ഭാഗങ്ങൾ. ലിസ്ന അശറ സിബത്തൻ, 12 ഗോത്രങ്ങൾക്ക് വേണ്ടി. ലികുല്ലി സിബത്തിൻ തരീഖൻ, ഓരോ ഗോത്രത്തിനും ഓരോ വഴിയുണ്ടായി. എത്ര ഔന, അവർ കാണുന്ന വഴി, പരസ്പരം കാണുന്ന വഴി. വദാലിക്ക്, അതെന്താ അറിയാം, അന്ന അത്വതൽ മായി, വെള്ളത്തിൻ്റെ ആ തൗതുകളുണ്ടല്ലോ, ആ പർവ്വതങ്ങൾ. സാറഫി, അതിലുണ്ടായി തീക്കാനും, പല വഴികളുണ്ടായിരുന്ന. ഷബാബീക്ക, പല വഴികളുണ്ടായി. ഷബാബീക്ക് എന്ന് വെച്ചാലും വലകൾ. യറാമിൻഹ ബാലും ബാല, ചിലർ അവരെ കാണും പരസ്പരം. അങ്ങനെ ഫലമാ ഖറജ അസ്സാബ് മൂസ അലൈഹി സ്വലാം പുറപ്പെട്ടവൾ. ഖാമ അസ്സാബ് ഫിർഔനിൻ്റെ അസുഹാബ്, ഫിർഔൻ്റെ കൂട്ടരെന്ത് നിന്നു. അപ്പോൾ ഇൽത്തമൽ ബഹ്റു അലൈഹിം, അവരുടെ മേൽ കടൽ അവരുടെ മേൽ എന്ത് ചെയ്തു, വന്ന് കൂടിച്ചേർന്നു. ഫഅറഖഹും, അങ്ങനെ അവരെ അള്ളാഹു മുക്കിക്കൊന്നു. വൈദ്കറു, പറയപ്പെട്ടിട്ടുണ്ട് അന്നൽ ബഹ്റഹു ബഹ്റു കുൽസും ബഹ്റാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്, അതായത് ചെങ്കടലിൻ്റെ വടക്കേറ്റത്തുള്ള കടൽ ഭാഗമാണെന്ന് പറയപ്പെട്ടു. വാന്ന റജുലതി കാനമാ മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യനാരാണ്? അലൽ ഫർസി, കുതിരയുടെ മേലുണ്ടായിരുന്നത്. ഹുവ ഫത്താത്ത് യൂഷബിന് നൂനാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യൂഷബിന് നൂനാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വാൻ അള്ളാഹു താല ഔഹായിലൽ ബഹരി, കടലിലേക്ക് എന്ത് ചെയ്തു, ബോധനം നൽകി. അനിഫിരിക്കലി മൂസ, നീ മൂസാ നബിക്ക് വേണ്ടി എന്ത് ചെയ്യുക, പിളരുക എന്ന്. ഇതാ ലറബക്ക, നിന്നെ അദ്ദേഹം അടിച്ചാൽ. ഫബാത്തൽ ബഹ്റു തിൽക്കല്ലൈലത്ത എൽത്തരിബു, അപ്പോൾ എന്ത് ചെയ്തു, കടൽ ആ രാത്രിയിൽ എന്ത് ചെയ്തു, രാപ്പാർത്തു. ഇൽത്തിറാബോടുകൂടി
ഫഹീന അസ്ബഹ, അങ്ങനെ പ്രഭാതമായപ്പോൾ ലറബൽ ബഹ്റ, മൂസാ നബി കടലിനെ അടിച്ചു. വക്കന്നാഹു, അദ്ദേഹം അതിന് കുഞ്ഞത്ത് പറഞ്ഞു. അബാ ഖാലിദ് എന്ന് കുഞ്ഞത്ത് പറഞ്ഞു എന്നാ, അതിൻ്റെ ഓമനപ്പേര് വിളിച്ചു അബാ ഖാലിദ്. ദക്കറ ഇബ്നു അബീ ഷൈബ ഇദൻ, ഇതിനെ ഇബ്നു അബീ ഷൈബയും പറഞ്ഞിട്ടുണ്ട്. വഖദ് അക്സറ മുഫസ്സിറൂന ഫീ ഖസദി ഹാദൽ മാന, മുഫസ്സിരീങ്ങൾ അധികരിപ്പിച്ചിട്ടുണ്ട് ഈ ചരിത്രത്തിൽ, ഈ അർത്ഥത്തിൻ്റെ ചരിത്രത്തിൽ. വമാ ദക്കർനാഹു കാഫി, നാം പറഞ്ഞത് മതി. നാം പറഞ്ഞത് മതിയായതാണ്. വസയത്തി ഫി സൂറത്ത് യൂനുസ് ഷുറ സിയാത്ത് ബയാൻ ഇൻഷാ അല്ലാഹ്. ഇനി കൂടുതൽ വിശദീകരണം യൂനുസ് സൂറത്തിലും ഷുറ സൂറത്തിലൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ കന്നാഹു അബാ ഖാലിദ് എന്ന് പറഞ്ഞല്ലോ, എന്താണ് അതിൻ്റെ കാരണം? 8-ാമത്തെ അല്ലേ? അതായത് മൂസാ നബി അലൈഹിസ്സലാം കടലിന് കുഞ്ഞത്ത് പറഞ്ഞു, അതായത് ഓമന പേര് വിളിച്ചു എന്നാണ്. എന്താണ്? അബൂ ഖാലിദ് എന്നല്ലേ. ഇനി ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. ഫസ്ലുൻ ദിക്റുല്ലാഹി തആല ഇൻജാഹ വൽ ഇഗ്റാഖ വലം യദ്കുരിൽ യൗമല്ലദീ കാന ദാലിക ഫീഹി. അള്ളാഹ് രക്ഷപ്പെടുത്തിയതിനെ പറ്റി പറഞ്ഞു, മുക്കിക്കൊന്നതിനെയും പറഞ്ഞു. ആ ദിവസം പറഞ്ഞില്ല, ആ ഉണ്ടായ ദിവസം ഏതാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറവാ മുസ്ലിമൻ നബിൻ അബ്ബാസ് തൊട്ട് മുസ്ലിം റിവായത്ത് ചെയ്തു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീന, നബി തങ്ങൾ മദീനയിൽ മുന്നിട്ടു. ഫവജദൽ യഹൂദ സിയാമൻ, അപ്പോൾ യഹൂദികൾ നോമ്പനുഷ്ഠിക്കുന്നതായിട്ട് നബി കണ്ടു. ആശുറ ദിവസം, മുഹറം 10 ദിവസം. ഫഖാല ലഹു, അപ്പോൾ നബി തങ്ങൾ റസൂലുള്ള അവരോട് ചോദിച്ചു, മഹാദൽ യൗമുല്ലദീ തസൂമൂന, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുന്ന ദിവസം ഏതാണ്? ഫഖാല, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അളീമൻ, ഇതൊരു വലിയ ദിവസമാണ്. അൻജല്ലാഹു ഫീ മൂസാ വഖൗമഹു, മൂസാ നബിയെയും അദ്ദേഹത്തിൻ്റെ ജനതയും അല്ലാഹ് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. വഗറക ഫിർഔന, ഫിർഔനിനെ മുക്കിക്കൊന്ന ദിവസമാണ്. വഖൗമഹു, അദ്ദേഹത്തിൻ്റെ ജനതയെയും. ഫസാമു മൂസ ശുക്രൻ, അപ്പോൾ മൂസാ നബി ആ ദിവസം നോമ്പനുഷ്ഠിച്ചു നന്ദി ചെയ്യാൻ വേണ്ടി. ഫനഹ്നു നസൂമു, അപ്പോൾ ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ള, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഫനഹ്നു അഹക്കു വൗലാ ബി മൂസാ മിൻകും, നിങ്ങളെക്കാൾ ഞങ്ങളാണ് മൂസാ നബിയോട് ഏറ്റവും അവകാശം ബന്ധപ്പെട്ട ആളുകൾ. ഫസാമു റസൂലുള്ളാഹി വഅമറ ബിസിയാമി, അപ്പോൾ ആ ദിവസം നബി നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. വഖ്റജൽ ബുഖാരി, ബുഖാരിമാൻ വീണ്ടും പുറപ്പെടുവിച്ചു അനിബിൻ അബ്ബാസിനെ തൊട്ട്. വാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലലി അസ്വാബിഹി, നബി തങ്ങൾ എന്താണ് നബി അനുയായികളോട് പറഞ്ഞു എന്ന്, അൻതും അഹഖ ബി മൂസാ മിൻഹും ഫസൂമു, അവരെക്കാൾ മൂസാ നബിയോട് നിങ്ങളാണ് ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ, അതുകൊണ്ട് നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്ന്. ഇനി മസ്അലത്തുൻ ഫി യൗമി ആശുറ, ആശുറ ദിവസത്തിലെ നോമ്പിനെ പറ്റിയുള്ള മസ്അല. ലാഹിറുൽ അഹാദീസി, ഈ ഹദീസുകളൊക്കെ തദുല്ലത അറിയിക്കും അല അന്നൻ നബിയ, നബി തങ്ങൾ നമാ സാമ ആശുറ, ആശുറ ദിവസം നോമനുഷ്ഠിച്ചു. വമറ ബി സിയാമിഹി, നോമനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അത് ഇഖ്തിദാം ബി മൂസാ അലൈഹിസ്സലാം, മൂസാ നബിയോട് പിന്തുടർന്നതിന് വേണ്ടിയിട്ട്. അലാമ അഖ്ബറ ബിൽ യഹൂദികൾ നബിയോട് പറഞ്ഞു കൊടുത്ത ഇതിൻ്റെ മേൽ. വലൈസ കദാലിക ലിമാ റവത്തു ആയിഷ റളിയല്ലാഹു അൻഹാ, വലൈസ അതല്ല, കദാലിക അപ്രകാരമല്ല. കാരണം ലിമാ റബത്തു ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്തതിന് വേണ്ടി കാലത്ത് മഹദി പറഞ്ഞല്ലോ, കാന യൗമു ആശുറ തസൂമുഹു ഖുറൈശൻ ബിൽ ജാഹിലിയത്തി, ആശുറ ദിവസം ജാഹിലിയ കാലഘട്ടത്തിൽ ഖുറൈശികൾ നോമനുഷ്ഠിക്കാറുണ്ടായിരുന്നു. വക്കാന റസൂലുള്ളാഹി യസൂമുഹു ഫിൽ ജാഹിലിയ, നബിതങ്ങളും ആശുറ ദിവസം നോമനുഷ്ഠിച്ചിരുന്നു. അങ്ങനെ ഫലമാ ഖദിമൽ മദീന, നബി മദീനയിൽ മുന്നിട്ടപ്പോൾ സാമഹു, നബി തങ്ങൾ ആ ആശുറാൽ നോമനുഷ്ഠിച്ചു. വാമറബി സിയാമിഹി, നബി എന്ത് ചെയ്തു, അത് നോമ്പ് പിടിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഫലമ്മ ഫുരില റമളാൻ നോമ്പ് ഫർലാക്കപ്പെട്ടപ്പോൾ തറക്ക സിയാമ യൗമ ആശുറ, ആശുറ ദിവസത്തെ നോമ്പിനെ നബി തങ്ങൾ ഒഴിവാക്കി. തറക്ക ഫമൻ ഷാ സാമോ, അപ്പോൾ ഉദ്ദേശിച്ചവൻ നോമനുഷ്ഠിക്കാം. ഫമൻ ഷാ തറക്കോ, ഉദ്ദേശിച്ചവന് ഒഴിവാക്കാം. അഖ്റജഹുൽ ബുഖാരി, ഇതിനെ ബുഖാരി പുറപ്പെടുവിച്ചിട്ടുണ്ട്, മുസ്ലിമും പുറപ്പെടുവിച്ചു. ഫൈൻകില ചോദിക്കപ്പെട്ട യുഹ്തമലു സാധ്യതയുണ്ടല്ലോ, അന്തക്കുന ഖുറൈശൻ ഇന്നമാ സാമോത്ത് ബി ഇഖ്ബാരി യഹൂദി, ഖുറൈശികൾ ആശുറായിൽ നോമ്പനുഷ്ഠിച്ചത് യഹൂദികൾ വാർത്ത പറഞ്ഞത് കൊണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ.
കാരണം ലിഅന്നഹും കാനു യസ്മഊന മിൻഹും, കാരണം ഖുറൈശികൾ നിന്ന് കേൾക്കാറുണ്ടല്ലോ, ഖുറൈശികൾ അവരിൽ നിന്ന് കേൾക്കാറുണ്ടല്ലോ. കാരണം ലിഅന്നഹും കാനു ഇൻദഹും അഹ്ലി ഇൽമിൻ, കാരണം അവരെടുക്കൽ ഇൽമുള്ള ആളുകളായിരുന്നല്ലോ അവർ. അപ്പോൾ സാമൂഹുൻ നബി, നബിതങ്ങൾ അപ്രകാരം ജാഹിലിയത്തിൽ നോമ്പനുഷ്ഠിച്ചതാകാമല്ലോ. അബി മക്കത്ത, മക്കയിൽ വെച്ചുകൊണ്ട്. ഫലമാ ഖദമൽ മദീന, അങ്ങനെ നബി മദീനയിൽ വന്നപ്പോൾ വജദ യഹൂദ് യസുമൂനഹു, യഹൂദികൾ നോമ്പനുഷ്ഠിക്കുന്നതായിട്ട് നബി എത്തിച്ചു. കാല, അപ്പം നബി പറഞ്ഞു യഹ്നു അഹ്ഖു ഔലാബി മൂസാ മിൻകും, ഞങ്ങളാണ് നിങ്ങളെക്കാൾ മൂസാ നബിയുമായി ഏറ്റവും ബന്ധപ്പെട്ടത്. ഫസാമഹു ഇത്തിബാബി മൂസ, അപ്പോൾ നബി നോമ്പനുഷ്ഠിച്ചത് മൂസാ നബിയോട് പിൻപറ്റിയിട്ടാണ്. വാമറബി സിയാമിഹി, നബി തങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ച ഈ ഔജബോ നിർബന്ധമാക്കി. വാക്കത അമ്രഹു, കൽപ്പന ശക്തിപ്പെടുത്തി. ഹത്താ കാനു യസൂമു സിഗാറു, ഏതുവരെ ആ നോമ്പ് ചെറിയ കുട്ടികൾ വരെ നോമ്പനുഷ്ഠിച്ചിരുന്നു. കുഞ്ഞാൻ നാം പറയും ഹാദിഹി ശുബാത്ത് മങ്കാല, ഈ പറഞ്ഞത് ഒരുത്തൻ്റെ ശുബത്താണ്. ഇന്ന നബി അല്ല അല്ലഹു ഖാന മുതഅബ്ബിദൻ ബി ശരീഅത്തി മൂസാ, നിശ്ചയമായി നബിതങ്ങൾ ആയേക്കാം മൂസാ നബിയുടെ മതനിയമം കൊണ്ട് ആരാധന നടത്തുന്നവനായേക്കാം എന്ന് പറഞ്ഞവൻ്റെ ശുബഹത്താണിത്. വലൈസ കദാലിക, അത് ഇപ്രകാരമല്ല. കാരണം അലാമായത്തി ബയാനു ഫിൽ അൻആം സൂറത്തിൽ അതിൻ്റെ ബയാൻ വരുന്നുണ്ട്. ഇന്ന കൗലിൽ ഫബി ഹുദാഹു മുഖ്തദിഹ്, അവരുടെ സന്മാർഗത്തോട് അങ്ങ് സന്മാർഗം സിദ്ധിക്കുക എന്ന കൗലിൽ അതിൻ്റെ വിശദീകരണം വരുന്നുണ്ട്. മസ്അലത്തൻ, ഇതൊരു മസ്അലയാണ്. ഉഖ്തുലിഫ ഫി യൗമി ആശുറ, ആശുറ ദിവസത്തിൽ സംശയമുണ്ട് കേട്ടോ, ഇഖ്തിലാഫ എതിരഭിപ്രായമുണ്ട്. ഹൽ ഹിയ താസിമിൻ മുഹറം അവിൽ ആശുറു, അത് ശരി, അത് മുഹറം 9 മുഹറം 10 അപ്പോൾ ഷാഫിമാൻ പോയി ഇലാ അന്നഹു താസിഉ, അത് 9 ഈ ഹദീസിൽ ഹക്കം ഇബ്നു അറജിൻ്റെ ഹദീസിന് വേണ്ടി. ഖാല ഇൻതഹൈതു ഇല ഇബ്നു അബ്ബാസ്, അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ഇബ്നു അബ്ബാസിൻ്റെ അടുത്ത് ചെന്നു. വഹുവ മുതവസ്സിദൻ റിദാഅഹു ഫി സംസമ, അദ്ദേഹം സംസമിൻ്റെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ മേൽമുണ്ട് തട്ടത്തിനെ അദ്ദേഹം തലയണ വെച്ചേക്കാണ്. ഫഖുൽതു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അഖ്ബിർനി അൻ സൗമി ആശുറ, ആശുറ നോമ്പിനെ പറ്റി എനിക്ക് പറഞ്ഞു തരണം. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇദാ റഅയ്ത ഹിലാലൽ മുഹറമി, മുഹറമിൻ്റെ ചന്ദ്രികയെ നീ കണ്ടാൽ ഫാദു, നീ എണ്ണിക്കോ, ഫാസ്ബഹ, അങ്ങനെ നീ യൗമത്താസിയ, നീ 9ാമത്തെ ദിവസമായ സായിമൻ, നോമ്പുകാരനാകാം. ഫാസ്ബഹ് അല്ലേ, നീ നോമ്പുകാരനാകാന്ന്. അപ്പോൾ 9 ഇവിടുന്ന് കിട്ടിയ. കുൽത്തു, ഞാൻ പറയും ഹാക്കദാക്കാന മുഹമ്മദ് യസൂമു, ഞാൻ പറയാണ് മൂസാ അല്ല ആരെ പറഞ്ഞു, ഇബ്നു അബ്ബാസ് പറയാണ്, ഞാൻ പറയുന്നു ഹാക്കദാക്കാന മുഹമ്മദൻ യസൂമു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രകാരം മുഹമ്മദ് നബി നോമ്പനുഷ്ഠിച്ചിരുന്നു. ഞാൻ ചോദിച്ചു ഇപ്രകാരം മുഹമ്മദ് നബി നോമ്പനുഷ്ഠിച്ചിരുന്നോ? കാല, അദ്ദേഹം പറഞ്ഞു ഞാൻ അതെ. ഖറജവ് മുസ്ലിം, ഇതിനെ മുസ്ലിം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വദഹബ സഈദ് ഇബ്നു മുസയ്യബ് പോയിട്ടുണ്ട്. വൽ ഹസൻ ബസ്രി പോയി. മാലിക് ജമാഅത്തും മിന സലഫിൽ നിന്നുള്ള ജമാഅത്തും പോയിട്ടുണ്ട്. ഇലാ അന്നഹുൽ ആശിറ, 10ാമത്തെ ദിവസമാണ്. വദക്കറ തുർമുദി പറഞ്ഞു ഹദീസ് അൽ ഹക്കമിൻ്റെ ഹദീസ്. വലം യസിഫു ബി സിഹത്തിൻ, അദ്ദേഹം അതിനെ ശരിയാണെന്ന് പറഞ്ഞു, സിഹത്ത് കൊണ്ട് പറഞ്ഞിട്ടില്ല. വലാ ഹുസ്നു കൊണ്ടും പറഞ്ഞില്ല. സുമ്മർദഫു, പിന്നെ അദ്ദേഹം അതിനെ തുടർത്തി പറഞ്ഞു. അംബഅന ഖുതൈബത്തു അംബഅന അബ്ദുൽ വാരിസ് അൻ യൂനുസ് അൻ ഹസൻ അൻ ഇബ്നി അബ്ബാസിൻ ഖാല അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കൽപ്പിച്ചു ബി സൗമി ആശുറ, ദിവസം നോമ്പ് കൊണ്ട്, യൗമുൽ ആശിരി, കണ്ട 10ാമത്തെ ദിവസം കൽപ്പിച്ചു. അങ്ങനെയും പറഞ്ഞു. കാല അബൂ ഈസ പറയാം ഹദീസ് ഇബ്നു അബ്ബാസ് ഹദീസൻ ഹസനുൻ സഹിഹൻ, ഇബ്നു അബ്ബാസിൻ്റെ ഹദീസാണ്, സഹിഹ ഹദീസാണ്. കാല തുർമുദി വറുബി റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അനിബിൻ അബ്ബാസ് അന്നഹു കാല, അദ്ദേഹം പറഞ്ഞു സൂമു താസിയ വൽ ആശിറ വ ഖാലിഫുൽ യഹൂദ, നിങ്ങൾ 9ഉം 10ഉം നോമ്പ് അനുഷ്ഠിക്കുക, നിങ്ങൾ യഹൂദികളോട് എതിരാവുക. ഒബിഹാദുൽ ഹദീസ്, ഈ ഹദീസ് കൊണ്ട് യഖൂൽ ഷാഫി ഇമാം പറയാറുണ്ട്. അഹ്മദ് ബിൻ ഹംബലും പറയും, ഇസ്ഹാഖ് എന്നവരും പറയുന്നു. കാല ഗൈറു പറഞ്ഞു കൗല് ഇബ്നു അബ്ബാസിൻ്റെ കൗല് ലിസ്സായിലിനോട് ഫഅദുദ് വാസ്ബിഹ് യൗമ താസിയ സായിമൻ, നീ എണ്ണുക, നീ എന്ത് ചെയ്യുക, 9ാമത്തെ ദിവസം നോമ്പുകാരനാകുക എന്ന് പറഞ്ഞല്ലോ. അത് ലൈസബി ദലീലില്ല, അതിൽ തെളിവില്ലല്ലോ. അലാ തർക്കി സൗമിൽ ആശിരി,
10ാമത്തെ നോമ്പ് ഒഴിവാക്കാൻ തെളിവില്ലല്ലോ. ബൽ വാദ എങ്കിലും അദ്ദേഹം അദ്ദേഹം എന്ത് ചെയ്തു, വാദ ചെയ്തു അൻ തസുമ താസ്യ മുലാഫിനൽ ആശിരീന, 10ലേക്ക് ചേർക്കപ്പെട്ടതായിട്ട് 9ാമത്തെ നോമ്പ് അനുഷ്ഠിക്കാനാണ് പറഞ്ഞത്. കാലൂർ പറഞ്ഞു ഫസിയാമു യൗമൈനി മുജമ്മഅൻ ബൈനൽ അഹാദീസി. അപ്പോൾ അവർ പറയും 2 ദിവസത്തെ നോമ്പ് അതെന്ത് ചെയ്യുക, 2 ഹദീസുകൾക്കിടയിൽ ജമ്മ് ചെയ്യലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 9ഉം 10ഉം നോമ്പ് അനുഷ്ഠിക്കൽ. അതിന് വേണ്ടിയിട്ടാണ്, ഈ അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ കൗൽ ഇബ്ൻ അബ്ബാസിൻ്റെ കൗലുണ്ടല്ലോ, ഹക്കമ്മിനോട് ലമ്മാ ഖാലഹു ഹാക്കദാ കാന മുഹമ്മദ് യസൂമു എന്ന് വെച്ചാൽ, ആ ഹക്കം എന്നവർ ലമ്മാ ഖാലഹു അദ്ദേഹത്തോട് ചോദിച്ചല്ലോ, ഇപ്രകാരം മുഹമ്മദ് നബി നോമ്പനുഷ്ഠിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഖാല അദ്ദേഹം പറഞ്ഞു, ഞാൻ അതേ എന്ന് പറഞ്ഞല്ലോ. ഇബ്ൻ അബ്ബാസ് പറഞ്ഞല്ലോ അദ്ദേഹത്തോട് അതേ എന്ന് പറഞ്ഞു. മാന അതിൻ്റെ അർത്ഥം എന്താ, അല്ലോ ആശ നബി ജീവിച്ചിരുന്നെങ്കിൽ എന്നാണ്. ഇല്ല അങ്ങനെയല്ലെങ്കിൽ ഫമാക്കാനൻ നബിയു സാമത്താസ്യ കത്തു, നബി തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, 9ാമത്തെ നോമ്പ് അനുഷ്ഠിച്ചിട്ടില്ല, തീരെ തന്നെ നോമ്പ് നോറ്റിട്ടില്ല എന്നാണ്. യുബയ്യനു അത് വ്യക്തമാക്കും. മാ ഖറജ ഇബ്നു മാജ ഫി സുനനിഹി വ മുസ്ലിമൻ ഫി സഹീഹി ഇബ്നു അബ്ബാസിൻ, ഇബ്നു മാജ സുനനിൽ പുറപ്പെടുവിച്ചതും മുസ്ലിം തങ്ങൾ സഹീൽ പുറപ്പെടുവിച്ചതും ഇബ്നു അബ്ബാസിനെ തൊട്ട് എന്താണ്, ഖാല റസൂലുള്ള പറഞ്ഞു, ലൈൻ ബഖീതു ഇലാ ഖാബിലിൻ, ഞാൻ അടുത്ത വർഷം വരെ ഞാൻ ബാക്കിയായാൽ ല അസൂമന്ന യൗമത്താസിയ, ഞാൻ 9ാമത്തെ നോമ്പ് ഞാൻ നോക്കും, 9ാമത്തെ ദിവസവും മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കും. ഫളീലത്ത്, ഇതൊരു ഫളീലത്താണ്. ഇത് അധികം ഉണ്ടോ? എന്താ ഫളീലത്ത്? റവ അബൂ ഖത്താദ റിവായത്ത് ചെയ്തിട്ട് അന്നൻ നബി തങ്ങൾ ഖാല, നബി പറഞ്ഞു, സിയാമു യൗമി ആഷുറ, ആഷുറ ദിവസത്തെ നോമ്പ്, അഹ്തസിബു അലല്ലാ, ഞാൻ അള്ളാഹിൻ്റെ മേൽ അതിനെ ഭാവിക്കുന്നു, അയ്യുക്കഫിറ സനത്ത അല്ലത്തി ഖബ്ലഹു, മുൻ വർഷത്തെ ദോഷം പൊറുപ്പിക്കുമെന്ന് ഞാൻ ഭാവിക്കുന്നു. അഖ്റജു മുസ്ലിം ഇതിനെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. വത്തുർമുദി വഖാല അദ്ദേഹം പറയും, ലാ നഅലമു ഫീ ശൈഇൻ മിന റിവായാത്തി അന്നഹു ഖാല, നാം അറിയില്ല റിവായത്തുകളിൽ റിപ്പോർട്ടുകൾ ഒന്നിലും അന്നഹു ഖാല പറഞ്ഞതായിട്ട് സിയാമു യൗമി ആഷുറ കഫാറത്തു സനത്തിൻ, ആശുറ നോമ്പ് 1 വർഷത്തെ പാപം പൊറുപ്പിക്കുന്നതാണെന്ന് നാം അറിഞ്ഞിട്ടില്ല. ഇല്ലാബി ഹദീസ് അബൂ ഖത്താദയുടെ ഹദീസിലല്ലാതെ, ഇപ്പോൾ പറഞ്ഞ അബൂ ഖത്താദയുടെ ഹദീസിലല്ലാതെ വന്നിട്ടില്ല. അപ്പോൾ കൗലു തല അള്ളാഹിൻ്റെ കൗലു വാൻതും തൻളുറൂൻ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ തന്നെ നോക്കുന്നവരായ ജുംലയാണ്, ഫി മൗലിൽ ഹാലാണ്, നിങ്ങൾ തന്നെ നോക്കുന്നവരായ സ്ഥിതിയിലെന്ന്. വാ മാന അതിൻ്റെ അർത്ഥം ബി അബ്സാരിക്കും, നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട്. ഫൈഖാല് പറയപ്പെടും, അപ്പോൾ പറയപ്പെടാ, ഇന്ന ആല ഫിറഔന തഫൗ അലൽ മായി, ഫിറഔൻ്റെ ആളുകൾ അവർ വെള്ളത്തിൻ്റെ മേൽ തഫൗ എന്ന് വെച്ചാൽ എന്താ, ഫനളറു ഇലൈഹിം, അപ്പോൾ അവരിലേക്ക് നോക്കി, യഗ്റുഖൂന അവർ മുങ്ങുന്നവരായ സ്ഥിതിയിൽ, വൈലാംഫുസിഹിം അവരുടെ ശരീരത്തിലേക്ക് നോക്കി, അഞ്ചൂന അവർ രക്ഷപ്പെടുന്നവരായ സ്ഥിതിയിൽ. വഫീഹാദ ഇതിലുണ്ട് ആലമുൽ മിന്ന വലിയ അനുഗ്രഹമുണ്ട്. വഖദ് കില പറയപ്പെടും, ഇന്നഹും ഉഖ്രിജു ലഹും ഹത്താ റഔഹും, അല്ല ഇനി പറയപ്പെട്ടത് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പല തഫ്സീറിലും പറഞ്ഞല്ലോ, ഏതിലൊക്കെ റാസിലൊക്കെ പറഞ്ഞില്ലേ. ഇനി പറയപ്പെട്ടത് എന്താ, ഇന്നഹും ഉഖ്രിജു ലഹും അവർക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ടു, ഹത്താ റഔഹും അവർ കാണാൻ വേണ്ടി. ഫഹാദിഹി മിന്നത്തൻ ബാദ മിന്ന, ഇത് അനുഗ്രഹങ്ങൾക്ക് ശേഷമുള്ള മറ്റൊരു അനുഗ്രഹമാണ്. അതായത് കടലിൽ നിന്ന് അവരെ പുറത്തിട്ടു എന്നല്ലേ നമ്മൾ മറ്റു തഫ്സീറിൽ പറഞ്ഞത്. ഈ മുങ്ങി മരിച്ചവരെല്ലാം കടലെന്ത് ചെയ്തു, അവരെ കൊണ്ടുവന്ന് തീരത്ത് എറിഞ്ഞിട്ടു എന്നാണ്. വക്കീൽ ഇനി പറയപ്പെട്ടു അൽമാന അർത്ഥം വാൻതും തംലൂറൂൻ എന്നതിൻ്റെ അർത്ഥം എന്താ, നിങ്ങൾ നോക്കുന്നവരായ, അതായത് ഐ ബി ബസ്വായിരിക്കുമല്ലോ എത്തിബ, നിങ്ങളുടെ എന്താണ് ബസായിറക്കുമല്ലോ എത്തിബാറാണ്. എന്തുകൊണ്ട് നോക്കുക, നിങ്ങളുടെ ഉൾക്കാഴ്ചകളെ കൊണ്ട്, അല്ലെങ്കിൽ എത്തിബാറാണ് ഉദ്ദേശം, അത് പരിഗണന, പാഠം ഉൾക്കൊള്ളലാണ്. കാരണം അല്ലഹും കാനു ഫി ശുഗ്ലിൻ അനിൽ വുഖൂഫി, അവരായിരുന്നു ജോലിയിലായിരുന്നു, വനദറൻ ബിൽ അബ്സാർ കണ്ണുകൊണ്ടുള്ള കാഴ്ചകളിലും, വുഖൂഫിനെ തൊട്ടുള്ള ജോലിയിലുമായിരുന്നു. വക്കീല പറയപ്പെട്ടു മാന വാൻതും ബി ഹാലിമൻ യൻളുറു, നിങ്ങൾ നോക്കുന്നവൻ്റെ അവസ്ഥയിൽ, ലൗ നദറ നോക്കുന്നവൻ നോക്കിയാലുള്ള അവസ്ഥയിൽ, വാൻതും നിങ്ങളബി ഹാലിമൻ ഒരുത്തൻ്റെ അവസ്ഥയിലാണ്, യൻളുറു നോക്കും, ലൗ നദറ നോക്കിയാൽ.
കമാ തഖൂൽ നീ പറയും ഹാദൽ അംറു മിൻക ബിമർആ ഈ കാര്യം നിന്നിൽ നിന്ന് കാണപ്പെടുന്ന സ്ഥലത്താണ്, ഓ മസ്മൈൻ കേൾക്കപ്പെടുന്ന സ്ഥലത്താന്ന് പറയും. ഐ ബി ഹാലിൻ തറാഹു വ തസ്മു നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണെന്ന്. ഇൻ ശിത നീ ഉദ്ദേശിച്ചാൽ നീ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണെന്നാണ്. വഹാദൽ ഖൗലി ഖൗലും വല്ലവലു ഒന്നാമത്തേതും അഷ്ബഹു ബി അഹ്വാലി ബനി ഇസ്രായില ബനു ഇസ്രായേലിൻ്റെ അവസ്ഥകളോട് ഏറ്റവും സാദൃശ്യമാണ്. കാരണം ലി തവാലി അദമിൽ ഇത്തിബാരി ഭീമാ സദറ മിൻ ബനി ഇസ്രായില അവർ പാഠം ഉൾക്കൊള്ളാത്തത് തുടർന്നു വരുന്നുണ്ട്. ഫീമാ സദർ അവരിൽ നിന്നുണ്ടായൊന്നിൽ മിൻ ബനി ഇസ്രായേലിൽ നിന്ന് ബാദ ഖുറൂജിഹിം മിനൽ ബഹരി കടലിൽ നിന്നും അവർ പുറപ്പെട്ടതിന് ശേഷം. വദാലിക അതെന്താ അന്നല്ലാഹു തആല ലമ്മ അൻജാഹും വഗറഖാദുവഹും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുകയും അവരുടെ ശത്രുവിനെ മുക്കിക്കൊല്ലുകയും ചെയ്തപ്പോൾ ഖാലു അവർ പറഞ്ഞു യാ മൂസ ഓ മൂസാ നബി ഇന്ന ഖുലൂബന ലാ തത്മഇന്നു ഇന്ന ഫിർഔന ഖദ് ഗരിഖ ഓ മൂസ ഞങ്ങളുടെ ഹൃദയങ്ങൾ എന്താകുന്നില്ല, അത് അടങ്ങുന്നില്ല. കാരണം ഫിർഔന് ഖദ് ഗരിഖ അവൻ മുങ്ങി മരിച്ചല്ലോ. ഹത്താ അമറല്ലാഹുൽ ബഹറ അതായത് ഞങ്ങളുടെ ഹൃദയങ്ങൾ അടങ്ങുന്നില്ല. എന്തായിട്ട് ഫിർഔൻ മുങ്ങി മരിച്ചു എന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങൾ അടങ്ങുന്നില്ല, അത് അവർക്ക് ഉറപ്പില്ലല്ലോ. ഹത്താ അമറല്ലാഹുൽ ബഹറ അപ്പോൾ എന്ത് ചെയ്തു, ബഹറിനോട് അള്ളാഹ് കൽപ്പിച്ചു. അങ്ങനെ ഫലഹു ആ ബഹർ കടൽ അവനെ പുറത്തിട്ടു. ഫനദറുല്ല അപ്പോൾ അവർ അവനിലേക്ക് നോക്കിയെന്നാണ്. ദക്കർ അബൂബക്കർ ബിൻ അബി ഷൈബാൻ ഖൈസ് ബിൻ അബ്ബാദിൻ അന്നൻ ബനി ഇസ്രായില അബൂബക്കർ ബിൻ അബി ഷൈബ് പറയാണ് എന്താണ് ഖൈസ് ബിൻ അബ്ബാദിനെ തൊട്ട് അന്നൻ ബനി ഇസ്രായിൽ കാലത്ത് പറഞ്ഞു മാ മാത്ത ഫിറോൻ മരിച്ചിട്ടില്ല. ഒമാ കാനൽ യമൂത്ത് അവതാ അവൻ ഒരിക്കലും മരിക്കൂല എന്ന്. കാല ഫലമ്മാൻ സമയല്ലാഹു തക്ദീബഹു നബിയഹു അലൈഹിസ്സലാം അള്ളാഹു അവരുടെ കളവാക്കൽ അവരുടെ നബീനെ കളവാക്കൽ കേട്ടപ്പോൾ റമാബിഹി അവന് അലാ സാഹിൽ ബഹരി അള്ളാഹ് എന്ത് ചെയ്തു, കടൽ തീരത്തേക്ക് അവനെ കൊണ്ടുവന്നിട്ടു എന്നാ. കന്നൗ സൗറൻ അഹ്മറു യത്റാഊന ബനു ഇസ്രായേൽ ഏതുപോലെ ചുമന്നൊരു കാളയെപ്പോലെ അവരെ ബനു ഇസ്രായേൽ അവരെ കാണും. അങ്ങനെ കാണുന്ന സ്ഥിതിയിൽ കൊണ്ടുവന്നിട്ടു. ഫലമ്മത്തുമാന്നു അങ്ങനെ അവരെ അടങ്ങിയപ്പോൾ അവരെ ഹൃദയം അടങ്ങിയപ്പോൾ ബുയിസു അവരെ മിൻ ത്വരീഖിൽ ബരി ഇലൽ മദായിനി കടലിൻ്റെ വഴിയിൽ നിന്ന് കരയുടെ വഴിയിൽ നിന്ന് അവരെ മദായിനിലേക്ക് അയക്കപ്പെട്ടപ്പോൾ ഫിർഔനിൻ്റെ പട്ടണത്തിലേക്ക് ഹത്താ നഖലു കുനൂസൗ അങ്ങനെ അവരെന്ത് ചെയ്തു, അവൻ്റെ നിധികളെയും അവൻ നീക്കി ഒരിക്കൂ ഫിൻ നിഅമത്തി അങ്ങനെ അവരെന്ത് ചെയ്തു, അനുഗ്രഹങ്ങളിലാണ് അവർ മുങ്ങിയത്, ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചു. അപ്പോൾ റഔ ഖൗമൻ അവർ ഒരു ജനതയെ കണ്ടു യഖുഫൂന അലാ അസ്നാമിൻ ലഹും അവരുടെ ബിംബങ്ങൾക്ക് വേണ്ടി കുനിഞ്ഞു നിൽക്കുന്ന ആരാധന നടത്തുന്ന ഒരു ജനതയെ കണ്ടു. അപ്പോൾ ഖാലു അപ്പോൾ അവർ പറഞ്ഞു യാ മൂസ ഓ മൂസാ നബി ജല്ലന ഇലാഹൻ കമാലഹും ആലിഹ അവർക്കുള്ള ഒരു ഇലാഹിനെ പോലെ ഒരു ദൈവത്തെ ഞങ്ങൾക്കും നീ ഉണ്ടാക്കി തരുക എന്ന്. ഹത്താ സജറഹു മൂസ അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അവരെ തടഞ്ഞു. വഖാല എന്നിട്ട് അദ്ദേഹം ചോദിച്ചു അഗൈറല്ലാഹി അബ്ഗീക്കും ഇലാഹ അല്ലാഹ് അല്ലാത്തവരെ നിങ്ങൾ ഇലാഹായിട്ട് തേടുകയാണോ? വഹു ഫദ്ദലക്കും അലൽ ആലമീൻ അവൻ നിങ്ങളെ ലോകരെക്കാൾ നിങ്ങളെ ശ്രേഷ്ഠരാക്കിയില്ലേ? ഐ ആലമി സമാനി ആ കാലഘട്ടത്തിലെ ലോകരെക്കാൾ. സുമ്മാമറഹും പിന്നെ അള്ളാഹു അവരോട് കൽപ്പിച്ചു ഐ യസീറു ഇലൽ അർദിൽ മുഖദ്ദസ അല്ലത്തി കാനത്ത് മസാക്കിൻ ആബാഹിം വയതതഹറു മിൻ അർദി ഫിർഔന പിന്നെ അള്ളാഹു അവരോട് കൽപ്പിക്കുകയാണ് അവരെന്ത് ചെയ്യുക, മുഖദ്ദസായ ഭൂമിയിലേക്ക് പരിശുദ്ധ ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ. എങ്ങനത്തെ പരിശുദ്ധ ഭൂമിയാണ്? അവരുടെ പിതാക്കന്മാരുടെ താമസ സ്ഥലമാകുന്ന അർദുൽ മുഖദ്ദസയിലേക്ക് പോകാൻ. വയതതഹറു മിൻ അർദി ഫിർഔന അവരെന്ത് ചെയ്യുക, ഫിർഔനിൻ്റെ ഭൂമിയിൽ നിന്ന് ശുദ്ധിയാകാനും കൽപ്പിച്ചു. വക്കാനത്തിൽ അർദുൽ മുഖദ്ദസത്ത് ഫി യദിൽ ജബ്ബാരീന അപ്പോൾ അർദുൽ മുഖദ്ദസ അത് ആയിരുന്നു ഫി ഐദിൽ ജബ്ബാരീന ജബ്ബാരീങ്ങളുടെ കയ്യിലായിരുന്നു. ഖദ് ഖുലിബു അലൈഹ അവരുടെ മേൽ വിജയിക്കപ്പെട്ടു. ഫഹ്താജു ഇലാ ദഫഇഹിം അൻഹാ ബിൽ ഖിതാലി അപ്പോൾ അവർ ആവശ്യമായി അവരെ തടയാൻ
യുദ്ധത്തിലേക്ക് ആവശ്യമായി. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, തുരീദു അൻ തജഅലന ലുഹ്മത്തൻ ലിൽ ജബ്ബാരീന. അപ്പോൾ അവർ ചോദിച്ചല്ലോ, മൂസാ നബിയോട് ചോദിച്ചില്ലേ, നീ ഞങ്ങളെ ആക്കുകയാണോ ജബ്ബാരീങ്ങളായ ആളുകളാണ് അവിടെ താമസിക്കുന്നത്, അപ്പോൾ അവർക്കുള്ള ഇറച്ചിയാക്കുകയാണോ? ഫലോ അന്നക തറക്കിന ഫീഹി ഫിറൗന കാന ഖൈറൻ ലനാ. നീ ഞങ്ങളെ ഫിറഔനിൻ്റെ അടുത്ത് തന്നെ ശേഷിപ്പിച്ചിരുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് ഉത്തമമാകുമായിരുന്നല്ലോ. അങ്ങനത്തെ ജനങ്ങളാണവർ. കാല, അപ്പോൾ യാ ഖൗമി ദുഖുലുൽ ഖർള, അള്ളാഹ് പറയണല്ലോ, യാ ഖൗമി ദുഖുലുൽ അർളൽ മുഖദ്ദസല്ലതി കതബല്ലാഹു ലക്കും. ഓ ജനങ്ങളെ, നിങ്ങൾ അർളുൽ മുഖദ്ദസിൽ കടക്കുക, നിങ്ങൾക്ക് അള്ളാഹ് നിശ്ചയിച്ച. ഇലാ ഖൗലി ഖായിദു എന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൗല് വരെ. എന്താ? ഹത്താ ദആ അലൈഹിം വസമ്മാഹും ഫാസിഖീന. അപ്പം അങ്ങനെ അവരുടെ മേൽ വിളിച്ചു, ദുആ ചെയ്തു. അവർക്കെതിരെ ദുആ ചെയ്തു. അവരെപ്പറ്റി പറഞ്ഞു, അവർ ഫാസിഖീങ്ങളാണെന്ന് അവരെപ്പറ്റി പറഞ്ഞു. അങ്ങനെ ബഖൗഫി തീഹി, അവരെന്ത് ചെയ്തു? തീഹ് എന്ന സ്ഥലത്ത് അവർ ശേഷിച്ചു. 40 സന, 40 വർഷം. ഉഖൂബത്തൻ, അവർക്ക് ശിക്ഷയായിട്ടാണ് കൊടുത്തത്. സുമ്മ റഹിമഹും, പിന്നെ അള്ളാഹ് അവർക്ക് കാരുണ്യം ചെയ്തു. ഫമന്നഅലൈഹിം ബിസ്സൽവാ ബിൽ ഗമാമി. അപ്പോൾ ഗമാമ് കൊണ്ടും സൽവ കൊണ്ടും അള്ളാഹു തആല അവർക്ക് അനുഗ്രഹം ചെയ്തു. അതായത് കട്ടിത്തേനും കൊടുത്ത്, കാടിറച്ചി അല്ലെങ്കിൽ ഇറച്ചി, അത് ഒമാം എന്ന് വെച്ചാൽ എന്താണ്? പ്രാവിൻ്റെ ഇറച്ചി. അലാമായത്തി അതിൻ്റെ വിശദീകരണം വരുന്നുണ്ട്. അതായത് തീഹിൽ 40 കൊല്ലം അവർ വഴിയറിയാതെ കിടന്ന് ചിറ്റിന്നാണ്. അപ്പോൾ അവിടെ ആ സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത എന്താ? ആകാശത്തിൽ നിന്ന് മന്നും സൽവയും ഇറക്കി കൊടുത്തു എന്നാണ്. കട്ടിത്തേനും അതുപോലെ തന്നെ എന്താണ്? കാടിറച്ചിയൊക്കെ കൊടുത്തിട്ട് അള്ളാഹ് അവരെ അനുഗ്രഹം ചെയ്തു. സുമ്മ സാറ മൂസ ഇലാ തൂരിസീന, പിന്നെ മൂസാ നബി തൂരിസീനയിലേക്ക് പോവുകയാണ്. ലി അജിയഹും ബി തൗറാത്ത്, അവർക്ക് തൗറാത്ത് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ ഫത്തഹദുൽ ഇജ്ല, അപ്പോൾ അവരെന്ത് ചെയ്തു? പശുക്കുട്ടി ആരാധന നടത്തി. അലാമായത്തി അതിൻ്റെ വിശദീകരണം ശേഷം വരും. സുമ്മ ഖീല ലഹും, പിന്നെ അവരോട് പറയപ്പെട്ടു, ഖദ് വസൽതും ഇലാ ബൈത്തുൽ മഖ്ദസി, നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഫദ്ഖുലുൽ ബാബ സുജ്ജദ, നിങ്ങൾ വാതിലിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? കുനിഞ്ഞുകൊണ്ട് കയറുക. വഖൂലു ഹിത്തത്തൻ, നിങ്ങൾ പറയും ഹിത്തത്തൻ എന്ന് പറയുക. അലാമായത്തി, ശേഷം വരുന്നത് പ്രകാരം അങ്ങനെ പറയും. വക്കാന മൂസ അലൈഹിസ്സലാം, മൂസാ നബി ആയിരുന്നു ഷദീദൽ ഹയായി, വളരെ ശക്തിയായി ലജ്ജയുള്ള ആളായിരുന്നു, സത്തീറായിരുന്നു. അപ്പോൾ കാലർ പറഞ്ഞു, ഇന്നഹു അത് ആദറു, അദ്ദേഹം മറക്കും. അദ്ദേഹം എപ്പോഴും എന്ത് ചെയ്യുക? വസ്ത്രം ധരിച്ച് നടന്ന ഒരുപാട് മറക്കുന്ന ആളായിരുന്നു. അപ്പോൾ ആദറാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ പറ്റി അവർ പറഞ്ഞു, ആരോപണം പറഞ്ഞു, മൂസാ നബി ആദറാണെന്ന്. ആദർ എന്ന് വെച്ചാൽ എന്താണ്? മൂന്നാമത്തെ ആദർ എന്ന് പറഞ്ഞാൽ ഫലമ്മ ഖത്തസല, ആദർ എന്ന് വെച്ചാൽ എന്താണ്? അദ്ദേഹത്തിൻ്റെ ലിംഗത്തിനെന്തോ കുഴപ്പമുണ്ടെന്ന് നിലക്കാണ്. 13 നമ്പർ അല്ലേ? 13. ആദർ എന്ന് വെച്ചാൽ ബിൽ ലൊമ്മി നഫ്ഖത്തൻ ഫിൽ ഹിസ്സിയ, ആ വീക്കം, ലിംഗത്തിന് വീക്കമുണ്ടെന്ന്. 13 നമ്പർ അല്ലായിരുന്നു. ഫലമ്മ ഖത്തസല, അങ്ങനെ അദ്ദേഹം കുളിച്ചപ്പോൾ വല അലാൽ ഹജരി സൗബഹു, അദ്ദേഹം വസ്ത്രം വെച്ചു. അദ്ദേഹത്തിൻ്റെ കല്ലിൻ്റെ മേലാണ് വസ്ത്രം വെച്ചത്. അങ്ങനെ ഫാദൽ ഹജർ, അപ്പോൾ ആ കല്ലെന്ത് ചെയ്തു? ഓടി. പി സൗബി, അദ്ദേഹത്തിൻ്റെ വസ്ത്രവുമായിട്ടില്ല. മജാലിസ് ബനി ഇസ്രായില മൂസ അലാസരിഹി, ബനു ഇസ്രായേലിൻ്റെ സദസ്സിലേക്ക് മൂസാ നബി അതിൻ്റെ പിറകെ ഓടി. ഉരിയാനൻ നഗ്നനായിട്ട് ഓതി. വഹുയഖൂലു യാ ഹജറ സൗബി, ഓ കല്ലേൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞ് ഓതി. ഫദാലിക കൗലു തആല, അതാണ് അള്ളാഹിൻ്റെ കൗല്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തകുനൂ കല്ലദീ ആദവ മൂസാ ഫബറഹുല്ലാഹു മിമ്മാ ഖാലു. ഓ ജനങ്ങളെ, നിങ്ങൾ ആകരുത് മൂസാ നബിയെ ബുദ്ധിമുട്ടിച്ച ജനങ്ങളെപ്പോലെ. അപ്പോൾ അള്ളാഹു മൂസാ നബി അവരെ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. അലാമായ എത്തി ബയാനു, അതിൻ്റെ വിശദീകരണം ശേഷം വരും. സുമ്മലമാ മാത ഹാറൂൻ, പിന്നെ ഹാറൂൻ നബി മരിച്ചപ്പോൾ കാലോർ പറഞ്ഞു, ലഹു മൂസാ നബിയോട് പറഞ്ഞില്ല, അന്ത ഖതൽത ഹാറൂന, നീ അങ്ങാണ് ഹാറൂനെ കൊന്നത്. വാസത്തഹു,
അങ്ങ് അദ്ദേഹത്തോട് അസൂയ വെച്ചതാണ്. ഹത്താ നസലത്തിൽ മലായിക്കത്ത് ബി ശരീരിഹി. അങ്ങനെ അപ്പോഴാണ് എന്ത് ചെയ്തു, മലക്കൾ അദ്ദേഹത്തിൻ്റെ ശരീരനെ കൊണ്ടുവന്നു, കട്ടിൽ കൊണ്ടുവന്നു. ഹാറൂൻ മയ്യത്തുൻ അലൈഹി, അതിൻ്റെ മേൽ മരിച്ചിരിക്കുകയാണ്, കട്ടിലിൻ്റെ മേൽ. വസയത്തി ഫിൽ മാഇദ, അതിൻ്റെ ചരിത്രവും ശേഷം വരുന്നുണ്ട്. സുമ്മ സാലു, പിന്നെ അദ്ദേഹത്തോട് അവർ ചോദിച്ചല്ലോ, അയ്യാലമു ആയത്തം ഫി കബൂലി ഖുർബാനിയും, അവരുടെ ആരാധന സ്വീകരിച്ചെന്നതിലുള്ളൊരു ദൃഷ്ടാന്തം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പോൾ ഫജാലത്ത് ഞാറു, അപ്പം എന്ത് ചെയ്തു, തീ വന്നു, തജീമിനസമായി, ആകാശത്ത് നിന്ന് വന്നു, ഫതഖ്ബലു ഖുർബാൻ, അങ്ങനെ അവരുടെ ആരാധനകളെ, അവരുടെ എന്ത് ചെയ്യും, അവരുടെ ഖുർബാനിനെ അത് സ്വീകരിച്ചു, അവരുടെ നേർച്ചകളെ അത് സ്വീകരിച്ചു. സുമ്മ സാലു, പിന്നെ അവർ ചോദിച്ചു അദ്ദേഹത്തോട്, അൻ ബയ്യൻ ലന കഫാറാത്തിൻ ദുനൂബിന ഫി ദുനിയാ, ഞങ്ങളുടെ ദോഷങ്ങളെ പൊറപ്പിക്കുന്ന കാര്യം ഞങ്ങൾക്ക് വ്യക്തമാക്കാൻ ദുനിയാവിൽ. ഫകാനമൻ അദ്നബ ദംബൻ അസ്ബഹ ലാ ബാബിഹി മക്തൂബൻ, അപ്പോൾ എന്ത് ചെയ്യും, ആരെങ്കിലും ദോഷം ചെയ്താൽ അസ്ബാല ബാബിഹി മക്തൂബൻ, അവൻ്റെ ബാബിൽ എഴുതപ്പെട്ടു. അത് അലിംത കഥ വ കഫാറത്തു കത്തു അളുവി മിൻ അള്ളാഹിക്കാണ്. നീ അമിൽത്ത കഥ, നീ ഇന്നാലിന്നത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കഫാറത്ത് നിൻ്റെ ഒരു അവയവത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അവയവം മുറിക്കലാണെന്ന്. യുസമ്മിഹി ലഹു വമൻ അസാബഹു ബൗലൻ ലം യത്തുഹുർ ഹത്താ യഖ്രിലുഹു. ഇനി അവരിൽ ആർക്കെങ്കിലും എന്താണ് മൂത്രം എത്തിച്ചാൽ ലം യത്തുഹുർ, അത് ശുദ്ധിയാകൂല, ഹത്താ യഖ്രിൽ, അവൻ അതിനെ മുറിച്ച് കളയണം. ഏതെങ്കിലും വസ്ത്രത്തിൽ മൂത്രം എത്തിയാൽ അത് മുറിച്ച് കളയണം. വൈസീല ജിൽദത്തഹു മിൻ ബദനി, അതിൻ്റെ തോലിനെ അവൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റണം. സുമ ബദൽ തൗറാത്ത, പിന്നെ അവരെന്ത് ചെയ്തു, തൗറാത്ത് പകരം എന്താക്കി, പകർച്ചയാക്കി, മാറ്റം എന്ത് ചെയ്തു എന്ന്. വഫ്തറു അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ അവർ എന്ത് ചെയ്തു, പഠിച്ചുണ്ടാക്കി കളവിനെ. കതബു ബി ഐദി, അവർ സ്വന്തം എഴുതി. വസ്തറു ബി അലല്ലാ, അവർ അതുകൊണ്ടിട്ട് എന്ത് ചെയ്തു, പകരം വാങ്ങി. സുമ്മ സാറ അമ്രുഹും ഇലാൻ ഖതലു അംബിയാഅഹും വ റുസുലഹും, പിന്നെ അവരുടെ കാര്യമായി അവർ അമ്പിയാക്കന്മാരെയും എന്താണ് മുർസലീങ്ങളെയും കൊല്ലുന്നത് വരെയായി. വഹാദിഹി മുആമലതു മാ റബ്ബിഹിം, ഇതാണ് അവരുടെ പ്രവർത്തനം, അവരുടെ റബ്ബിനോടുകൂടിയുള്ള പ്രവർത്തനം. വസീറത്ത്, അവരുടെ ചരിത്രം. ഫീ ദീനിഹിം, അവരുടെ ദീനിലുള്ള. വസു അഖ്ലാഖിഹിം, ഇതാണ് അവരുടെ മോശമായ സ്വഭാവം. വസയത്തി ബയാനു കുല്ലി ഫസ്ലി മിൻ ഹാദിൽ ഫുസൂൽ, ഈ എന്താണ് പാഠങ്ങളിൽ ഓരോന്നും ശേഷം വരും മുസ്തൗഫം, വിശദമായിട്ട് അതിൻ്റെ സ്ഥലങ്ങൾ. ഫീ മൗദി, അതിൻ്റെ സ്ഥലങ്ങൾ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിച്ചാൽ. വഖാല ത്വബരി പറയണം, വഫി അഖ്ബാരിൽ ഖുർആനി, ഖുർആനിൻ്റെ ചരിത്രങ്ങളിലുണ്ട്. അലാ ലിസാൻ മുഹമ്മദ് നബിയുടെ മേലുള്ള, മുഹമ്മദ് നബിയുടെ നാവിലൂടെയുള്ള ഖുർആനിൻ്റെ വാർത്തകളിലുണ്ട്. ബിഹാദിൽ മുഗയ്യബാത്തില്ലത്തി ലം തക്കുൻ മിൻ ഇൽമിൽ അറബി, ഈ മറഞ്ഞു കിടങ്ങുന്ന കാര്യങ്ങളെ കൊണ്ട്. അല്ലത്തി ലം തക്കുൻ മിൻ ഇൽമിൽ അറബി, അത് അറബികൾക്ക് ഈ അതിനെപ്പറ്റി അറിവുണ്ടായിരുന്നില്ല. വലാ വാഖാത്തില്ല ഫി ഹക്കി ബനി ഇസ്രായേല, അത് ബനു ഇസ്രായേലിലല്ലാതെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ദലീലും വ്യക്തമായ തെളിവാണത്. ബനി ഇസ്രായേലിൻ്റെ അടുക്കൽ ഖായിമുൻ അലൈഹിം, അത് അവരുടെ മേൽ നിൽക്കുന്നുണ്ട്. ബിനുബുവത്തി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ നുബുവത്ത് കൊണ്ട് അവരുടെ മേൽ നിൽക്കുന്ന ബനു ഇസ്രായേലിൻ്റെ അടുക്കലുള്ള വ്യക്തമായ തെളിവാണ്. എന്തെന്ന്, ഈ വാർത്ത അറിയിക്കലൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.